الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. സദഖയുടെ മഹത്വങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അല്ലേ? കഴിഞ്ഞ അവിടുന്ന് അത് 700 അദ്ആഫ് വർദ്ധിക്കുന്ന കാര്യം പറഞ്ഞു. ഇനി മന്നും വല അത് ഉണ്ടാകാൻ പാടില്ല. ഇനി സദഖ ബാത്തിലായി പോകുന്ന കുറേ കാര്യങ്ങളാണ് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ. മന്ന് അതാ ഞായച്ച പറഞ്ഞിട്ടുണ്ട്. മന്നെന്ന് പറഞ്ഞാൽ എന്താ? അതെടുത്ത് പറയില്ല. ഞാൻ ഇന്നുപകാരം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതാന്ന് പറഞ്ഞാൽ അവന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ഇത് രണ്ടും കൊണ്ട് എന്താക്കും? സദഖ ബാത്തിലാകും. അപ്പോൾ സദഖ ബാത്തിലാകുന്നതിന് എന്താണ് ബാത്തിലാകൽ എന്നുള്ളത് അഹ്ലുസുന്നത്തും മുഅ്തസിലയും തമ്മിലൊരു തർക്കം പറയുന്നുണ്ട്. അതായത് ചെയ്തിട്ടില്ല എന്ന് പറയലാണോ, അല്ല ചെയ്തതിനാൽ കിട്ടുന്ന പ്രതിഫലം പോക്കാണോ? അതാ എന്തുകൊണ്ട് ഫഇന്ന മൻ ഫഅല ദാലിക ലാ അജ്റ ലഹു ഫീ സദഖതിഹി. അങ്ങനെ മുപ്പറ് പോയത്. ഫഇന്ന മൻ ഫഅല എന്നല്ലാണ്ട് സദഖ കൊടുത്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. കൊടുത്ത പൈസ മറ്റവനിക്ക് കിട്ടിയല്ലോ, ചായ കുടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അപ്രകാരം ചെയ്താൽ അവന് പ്രതിഫലമില്ല സദഖത്തിൽ. മാത്രമല്ല വഅലൈഹി വിസ്റു മന്നിഹി അലൽ ഫഖീർ. ഫഖീറിൻ്റെ മേലെ മന്ന് പറഞ്ഞില്ലേ, എടുത്തു പറഞ്ഞില്ലേ, അതിൻ്റെ വിസ്റും കിട്ടും. വൽ മുറാദു ബി ഇബ്താലി സദഖ, അതാ പറയുന്നതാണ്. ഇബ്താലു സദഖ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഹ്ബാതു അജ്രിഹാ വ സവാബിഹാ, അതിൻ്റെ അജ്റും സവാബും പൊളിയലെന്നാണ്. സദഖ തന്നെ ഉണ്ട്. എന്തുകൊണ്ട്? ലിഅന്നൽ അജ്റ യളീഉ ബിമാ യഅതീഹി മിനൽ മന്നി വൽ അദാ. മന്നിനാലും അദയാലും ഇവൻ കൊണ്ടുവന്ന കാര്യം കൊണ്ട് എന്താക്കി അജ്റ് പോയി പോകുന്നു. അതിനെ ഒരു ഉദാഹരണം പറയുന്നതാണ്. കല്ലദീ യുംഫിഖു മാലഹു റിആ അന്നാസ്. ജനങ്ങൾ റിയാഇന് വേണ്ടി പൈസ ചെലവാക്കിയവനെ പോലെ അവനിക്കുന്നില്ല, പ്രതിഫലമില്ല. അപ്പം രണ്ടും കൂടെ ഒരു ബാബിപ്പെടുത്തി ഇതിൻ്റെ കൂടെ ഖിയാസാക്കിയിട്ട് അൽ മുറാദു ഇവിടെ ഉദ്ദേശിക്കുന്നത് കല്ലദീ എന്ന് പറഞ്ഞില്ലേ, അൽ മുനാഫിഖാണ്. അല്ലദീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുനാഫിഖ്. ഐ ലാ തുബ്തിലൂഹാ ഇബ്താലൻ കഇബ്താലിൽ മുനാഫിഖി. മുനാഫിഖ് അവൻ്റെ സദഖനെ ബാത്തിലാക്കുന്നത് പോലെ നിങ്ങൾ ബാത്തിലാക്കാൻ പാടില്ല. ഏതാ മുനാഫിഖ്? അല്ലദീ യുംഫിഖു മാലഹു റിആ അന്നാസ്. ഇതിന് ലിഅജ്ലി റിആഇഹിം. റിആ അന്നാസിൻ്റെ ലമീറ പറഞ്ഞത് റിആ അന്നാസ്, ജനങ്ങൾ കാണലി. കാണുന്ന ഒരാൾ വേണ്ടേ? അയാനിൽ യുക്കാല ഇന്നഹു കരീം, അയാൾ വലിയ കരീമാണ്, ദാനധർമ്മം ചെയ്യുന്ന ആളാണ് എന്ന് പറയപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങളല്ലേ കാണലി. കണ്ടിട്ടൊരു കാര്യം വേണ്ടേ? എന്നിട്ടോ വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അദ്ദേഹം അള്ളാഹുവിനെ കൊണ്ടും വിശ്വസിക്കില്ല, യൗമുൽ ആഖിർ കൊണ്ടും വിശ്വസിക്കില്ല. എന്ന് പറഞ്ഞാൽ ലാ യുരീദു ബി ഇൻഫാഖിഹി, അയാളുടെ ഇൻഫാഖ് കൊണ്ട് ഉദ്ദേശിക്കൂല ഇലല്ലാഹി, അള്ളാഹുവിൻ്റെ റിള. അതാണ് വലാ യുഅ്മിനു ബില്ലാഹി എന്ന് പറഞ്ഞത്. വലാ സവാബൽ ആഖിറ, പരലോകത്ത് കിട്ടുന്ന സവാബും ഉദ്ദേശിക്കൂല എന്ന് വൽ യൗമിൽ ആഖിറിനെ വായന. ആ കിതാബ് ഒടിഞ്ഞു മുഖല്ലേ, അല്ല നല്ലോണം വെച്ചോ. അതാ വൽ മുറാഇ ഫിൽ ഇൻഫാഖി മൻ യുറാഇ റുഅയത്തൻ നാസ് ലിയഹ്മദൂഹു. വൽ മുറാഇ എന്ന് പറഞ്ഞാൽ റിയാ കാട്ടുന്ന വ്യക്തി, ഫിൽ ഇൻഫാഖ് ചെലവാക്കുന്നതിൽ, മൻ ഒരാളാണ്, യുറാഇ റുഅയത്തൻ നാസ് ജനങ്ങൾ കാണലിനെ പരിഗണിക്കും. ജനങ്ങളില്ല ഞാൻ കൊടുക്കില്ല, ആരെങ്കിലും ഒരാൾ വേണം. ലിയഹ്മദൂഹു, എന്നിട്ട് വേണം അവർ ഇവനെ സ്തുതിക്കാൻ. അവർ സ്വകാര്യമാണെങ്കിൽ ഒന്നും കൊടുക്കൂല. എന്നിട്ട് ഒഫ മസലുഹു, അവനുള്ള ഉദാഹരണം പറയണം. മുനാഫിക്കനല്ലാണ്ട് അങ്ങനെ ചെയ്യാൻ സാധിക്കൂലല്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അതെ, അപ്പൊ അവിടെ നിഫാക്ക് വന്ന് കാരണം അള്ളാഹ് ചെയ്യേണ്ട ഇബാദത്ത് ജനങ്ങൾക്ക് ഇല്ല. ഫമസലുഹു ഹാലത്തുഹുൽ അജീബ, അവന്റെ ഉദാഹരണം കമസലി സഫ്വാൻ. സഫ്വാൻ എന്ന് പറഞ്ഞാൽ നല്ല മിനുസമുള്ള കല്ല്.
ഐ ഹജറുൻ സാഫിൻ അംലസ്, മിനുസമുള്ള തെളിഞ്ഞ കല്ല്, അലൈഹി തുറാബുൻ, അതിന് മേലെ മണ്ണ്, ഫഅസാബഹു വാബിലുൻ, അതിൻ്റെ മഞ്ഞവൽ എന്താക്കി ശക്തിയായ മഴ വർഷിച്ചു. എന്നെന്താ തുറാബ് തേച്ച് ഒഴുകിയിട്ട് അങ്ങോട്ട് പോയിട്ട് നല്ല മിനുക്കിയ ടൈൽസിങ് ആ കല്ലിങ് പുറത്തു വരും. അതാ കബീറുൽ ഖത്തർ, തുള്ളി വമ്പിച്ച തുള്ളിയല്ല, മത്തർ ഷദീദുൽ വഖി, അതിശക്തമായ മഴ. ഫതറകഹു സ്വൽദ, അപ്പോൾ ആ കല്ലിനെന്താക്കി സ്വൽദനാക്കി വിട്ടുന്ന അംലസ ലൈസ അലൈഹി ശൈഉം മിനൽ ഗുബാർ, പൊടിയിൽ ഒന്നുമില്ലാതെ നമുക്ക് വൃത്തിയിൽ കയറ്റം വൃത്തിയാക്കി തീർന്നു. അപ്പോൾ ഇവിടെ വജഹു ശബഹടെല്ലാം കിടക്കുന്ന എല്ലാം പറയും. ലാ യഖ്ദിറൂന അലാ ശൈഇൻ മിമ്മാ കസബൂ എന്ന് പറഞ്ഞാലോ, ലാ യൻതഫിഊന ബിമാ ഫഅലൂ റിആഅൻ, റിയാഇനാൽ ചെയ്തു വന്ന ഒന്ന് അവർക്ക് ഉപകാരത്തിനെത്തൂല. വലാ യജിദൂന ലഹു സവാബൻ ഖത്അൻ, തീരെ അതിന് സവാബും കിട്ടുകയില്ല. ഇതുപോലെ ഖൗലിഹി തആല ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ എന്ന് പറഞ്ഞ മാതിരി, ഫഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ, ധൂളി പോലെയായിപ്പോയി. ലമ്മാ ദക്കറല്ലാഹു തആല ബുത്ലാന അംദി സദഖത്തി ബിൽ മന്നി വൽ അദാ, കണ്ടില്ലേ, മന്ന് അത രണ്ട് കാരണത്താൽ സദക്കയുടെ കാര്യം ബാത്തിലാകും എന്ന് അല്ലാഹു തആല ആദ്യം പറഞ്ഞു. ദക്കറലി കൈഫിയത്തി ഇബ്താലി അജ്രിഹ, അതിൻ്റെ കൂലി ബാത്തിലാകുന്ന കൈഫിയത്തിൻ്റെ പറഞ്ഞു. മസലൈനി, രണ്ട് ഉദാഹരണം. ഒന്ന് റിയാ ഉള്ളവനോട് തശ്ബീഹാക്കൽ, രണ്ടാമതോ ഒരു മിനുസമുള്ള കല്ലിൻ്റെ മേലെ മണ്ണ്, അനുവൽ ശക്തമായ മഴ പെയ്താൽ മണ്ണ് മുഴുവൻ ഒഴുകിപ്പോയി, വെറും കല്ലായി. അപ്പം ഫമസ്സലഹു അവലൻ ബിമൻ യുൻഫിഖു മാലഹു റിആ അന്നാസ്, ജനങ്ങളുടെ റിയാഇന് വേണ്ടി മാല് ചെലവാക്കിയതിനോടാണ് ആദ്യത്തെ തംസീലി. കല്ലദി യുൻഫിഖു അല്ലേ, വഹുവ മഅ ദാലിക കാഫിറുൻ ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അതാ വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അതുകൊണ്ട് അല്ലാഹ് ഇല്ല എന്ന് പറയുന്നതല്ല, അല്ലാഹനെ അവൻ്റെ ഉദ്ദേശം കൊണ്ട് ഉദ്ദേശിച്ചിട്ട്. അപ്പം മഖ്സൂദ് മാറിയെന്നർത്ഥം. ചിലപ്പോൾ മഅബൂദ് അല്ലാഹ് പറഞ്ഞിട്ടുണ്ടാകാം, അല്ലാഹ് ഉണ്ടെന്നും പറയും. അപ്പം നിരീശ്വരവാദി ആയിക്കൊള്ളുന്നില്ലല്ലോ. പരലോകത്തിലുള്ള പ്രതിഫലം കിട്ടുന്നില്ല, അതും തള്ളി. കാരണം ഫൈന ബുത്ലാന അജ്രി മാ യൻഫഖഹു ഹാദൽ കാഫിറു, ആദ്യത്തെ തശ്ബീഹ് ഉണ്ടല്ലോ, അത് വേഗം മനസ്സിലാകും. അത് വേഗം മനസ്സിലാകുന്നതാണ്. ഫൈന ബുത്ലാന അജ്രി മാ യൻഫഖഹു ഹാദൽ കാഫിർ, ഈ മുനാഫിക്കായ ഈ മനുഷ്യൻ ചെലവാക്കിയ ഒന്നിൻ്റെ അജ്ർ ബാത്തിലാകൽ എന്നുള്ളത് അദ്ഹറു, അത് വളരെ വ്യക്തമാണ്. മിൻ ബുത്ലാനി അജ്രി മൻ യുത്ബിഉഹാ ബിൽ മന്നി വൽ അദാ, മന്ന് അത കൊണ്ട് തുടർത്തുന്നതിനേക്കാണ്. അപ്പോൾ അദ്ഹറിനോട് എന്താക്കി, കുറച്ചും കൊണ്ട് ളുഹൂർ കുറഞ്ഞതിനെ കേസാക്കി. മന്ന് അതുകൊണ്ട് ബാത്തിലാന്ന് പെട്ടെന്ന് തിരിയില്ല. സാധാരണ അങ്ങനെയാണല്ലോ, ഒന്നുകിൽ അദ്ഹറിനോട് തശ്ബീഹാക്കും, അല്ലെങ്കിൽ മുസാവിയോട് തശ്ബീഹാക്കും. തശ്ബീഹാക്കുമ്പോൾ അതിൻ്റെ വസ്തു ഇതിന് പറയാൻ വേണ്ടിയിട്ടാണല്ലോ, കുറച്ച് വലുതായിരിക്കണം. അതാ മണ്ണ് അതുകൊണ്ട് സദക്ക ബാത്തിലാകുന്നത് മനസ്സിലാകുന്നതിനേക്കാൾ ഉപരി എന്താകും, മുനാഫിക്ക് ചെലവാക്കുന്നത് കൂലി കിട്ടൂല എന്ന് വേഗം മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഖഫിയായുള്ള സാധനം എന്താക്കി, എല്ലാ ജലിയ ഒന്നിനോട് തശ്ബീഹാക്കി. അതെ. സുമ്മ മസലഹു സാനിയൻ, പിന്നെ രണ്ടാമത്തത് ഉപമിച്ചതിനോട് അബി സഫ്വാൻ അല്ലദീ വഖഅ അലൈഹി തുറാബുൻ വഗുബാറുൻ, പൊടിപടലങ്ങളും മണ്ണും കലർന്ന ഒരു തെളിഞ്ഞ കല്ലിൻ്റെ മേലെ, അതിനോട് തശ്ബീഹാക്കി. സുമ്മ അസ്വാബഹുൽ മത്തറു, പിന്നെ അതിന് മഴ തട്ടി, മഴ പെയ്തപ്പോൾ എന്താ, എല്ലാം തെളിഞ്ഞ്. ഫസാല ദാലിക്കൽ ഗുബാർ അൻഹു, മഴ വന്നിട്ട് ആ ഗുബാറിനെ നീക്കി. ഹത്താ സ്വാറ, കല്ലെന്തായി, കഅന്നഹു മാ കാന അലൈഹി തുറാബുൻ വഗുബാറുൻ അസ്ലൻ, തീരെ പൊടി തട്ടാത്ത കൊലത്തിലാക്കി മാറ്റി. അപ്പോൾ ഫൽ കാഫിർ, അതിനെ ഓരോന്നാ പറയുന്നത്. കാഫിർ കസ്സഫ്വാനെ പോലെയാണ്. വത്തുറാബു മിസ്ല ദാലിക അൽ ഇൻഫാഖ്, മസലു ദാലിക അൽ ഇൻഫാഖ്, ആ ഇൻഫാഖിൻ്റെ ഉദാഹരണമാണ് തുറാബ്. വൽ വാബിൽ എന്നുള്ളത് കൽ കുഫ്രില്ലദി യുഹ്ബിതു അമലൽ കാഫിർ, കാഫിറിൻ്റെ അമല് പൊളിച്ചിരുന്ന കുഫർ പോലെ. അപ്പോൾ കുഫർ വന്നപ്പോൾ സദക്ക ഒളിച്ചു പോയി, ഈ കാഫിറായ കല്ലങ്ങനത്തിൻ്റെ ബാക്കിയായി.
വക്കൽ മന്നി വല്ലതല്ലതാൻ അല്ലദീന യുഹ്ബിത്വാനി അമല ഹാദൽ മുൻഫിഖി, ഈ ചെലവാക്കുന്ന മുൻഫിഖിൻ്റെ അമല് ബാത്തിലാക്കി കളയുന്ന അത് മന്നും അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഫകമ അന്നൽ വാബിൽ അസാല തുറാബല്ലദീ വഖഅ അല സഫ്വാൻ, ആ കല്ലിൻ്റെ മേലെ പിടിച്ച മണ്ണിനെന്താക്കി? വാബിലി നീക്കി എന്നതുപോലെ ഫകദൽ മന്നു വൽ അദാ യജിബു അൻ യകൂന മുബ്തിലൈനി ലിഅജ്രിൽ ഇൻഫാഖി ബഅദ ഹുസൂലിഹി, അജ്ർ കിട്ടിയാൽ തന്നെയും ഇൻഫാഖിൻ്റെ അജ്ർ ബാത്തിലാക്കി കളയുന്നതായി മാറിയിരുന്നു. വദാലിക സരീഹുൻ, അപ്പോൾ ഈ വാക്ക് വളരെ വ്യക്തമാണ്. ഫിൽ ഖൗലി ബിൽ ഇഹ്ബാത്തി വദഹാബിൽ അജ്ർ, സദഖ പൊളിയുന്നതിലേക്കും അജ്ർ പോകുന്നതിലേക്കും വളരെ വ്യക്തമായ ഉദാഹരണമായി. അപ്പോൾ ഇത് കമാ ദഹബ ഇലൈഹിൽ മുഅ്തസിലത്തുൽ ഖായിലൂന, മുഅ്തസിലിയാക്കൾ പറഞ്ഞതിനോട് ഓർക്കുപിടുത്തുന്നത്. മുഅ്തസിലിയാക്കൾക്ക് എന്താണ്? ഒരു അമൽ ചെയ്ത് കഴിഞ്ഞാൽ ആ അമലുണ്ട് കൂലി കിട്ടൽ ഉജൂബായി എന്നാണ്. പണ്ടേ നമ്മൾ അക്കീദയിൽ ഓതിയിട്ടില്ലേ? അസ്ലഹും സലാഹും പ്രവർത്തിച്ചു കൊടുക്കൽ അള്ളാഹ്ക്ക് വാജിബാണ് എന്നല്ലേ പറഞ്ഞത്. അപ്പം നിങ്ങൾ അമൽ ചെയ്തിട്ടുണ്ട്, കൂലിയാടെ ഉറച്ച്. എന്നിട്ട് ഇത്തരം കാര്യങ്ങൾ വന്നാൽ ആയ ഉറച്ചതിനെ തള്ളലെന്നാണ്. എന്നാൽ അഹ്ലുസുന്നത്ത് പോകുന്നത് നിങ്ങൾ അമൽ ചെയ്തോ അള്ളാഹ് ഫضലാ തന്നങ്ങി വാങ്ങാമെന്നാണ്. നിങ്ങൾ ഉറപ്പിച്ചു എന്നാടാ നിൽക്കേണ്ടൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ആദ്യം തന്നെ നിയമത്തെ ഏറ്റു വാങ്ങിയിട്ടുണ്ടല്ലോ, അതിന് കൊടുക്കാമല്ലോ. അതാ തമ്മിൽ വ്യത്യാസം. മുഅ്തസിലിയാക്കൾക്ക് ഇത് ലാഹിറായിട്ട് പിടിച്ചു. അതായത് മണ്ണിട്ട് മണ്ണിൻ്റെ മുകളിൽ വെള്ളം വീണപ്പോൾ ഒളിച്ചു പോയി എന്ന് പറയുമ്പോൾ ആദ്യം മണ്ണാടെ വേണ്ടേന്ന് വയ്ക്കുന്നു. മനസ്സിലായ എന്താ? ആൽ ഖായിലൂന, മുഅ്തസിലിയാക്കൾ പറയുന്നത് ബിഅന്നൽ അഅമാല സ്വാലിഹത, സ്വാലിഹായ അമൽ, മസലൻ ഇവിടെ സദഖ, തൂജിബു സവാബ, സവാബിനെ വാജിബാക്കും എന്നാണ്. വഅന്നൽ കബായിറ, കബായിർ വന്നാൽ തുഹ്ബിതു ദാലിക സവാബ, ആ സവാബിനെ അങ്ങനെ തന്നെ പൊളിക്കും. അവരുടെ മദ്ഹബ് തമ്മിൽ വ്യത്യാസമുണ്ട്. വഅമ്മ അസ്ഹാബുന എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നത്തിൻ്റെ അസ്ഹാബ് അൽ ഖായിലൂന, അവർ പറയുന്നത് ബിഅന്ന സവാബ തഫല്ലുലും മഹദ്, സവാബ് എന്നുള്ളത് അള്ളാഹിൻ്റെ ഫضല് മാത്രമാണ്, തന്നങ്ങി വായിക്കോ. നിങ്ങൾക്ക് ഉറപ്പിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ഫഇന്നഹും ഖാലൂ ലൈസൽ മുറാദു, അപ്പം എന്താക്കും? ലൈസ്, ഈ തുബത്തിലോ എന്ന് പറഞ്ഞാൽ മണ്ണ് അതാ കൊണ്ടുവന്നിട്ട് സദഖ ചെയ്താൽ വലിയ കൂലി കിട്ടാണ്ടാക്കണ്ട, എന്നാൽ കിട്ടിയ കൂലി പൊളിക്കുന്നല്ല പറയുന്നത്. മണ്ണും അതേയും കൊണ്ടുവന്നിട്ട് സദഖ ചെയ്തിട്ട് അവിടെ നിന്ന് ഉള്ളത് കിട്ടാത്ത രൂപത്തിലാക്കണ്ട, മറ്റേത് കിട്ടിയത് പൊളിക്കണ്ട. അതാ ലൈസൽ മുറാദു ബി ഖൗലിഹി ലാ തുബ്തിലു, ലാ തുബ്തിലു എന്നത് കൊണ്ടുള്ള ഉദ്ദേശമല്ല അന്നഹിയ അൻ നിസാലത്തി ഹാദ സവാബി ബഅദ സുബൂതിഹി, സുബൂത്തായതിന് ശേഷം ആ സുബൂത്തായ സവാബിനെ നീക്കൽ അത് വിരോധിച്ചതല്ല ലാ തുബ്തിലു കൊണ്ട് ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ട്? ബലിൽ മുറാദു ലാ തുബ്തിലു നഹിയ എന്നല്ല, ലാ തുബ്തിലു എന്ന കോല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ലൈസാന്റെ ഖബറാണ്. ഏത്? അന്നഹിയ. ബലിൽ മുറാദു നഹിയു അൻ യഅ്തിയ ബിഹാദൽ അമലി ബാത്തിലൻ, ഒരു സദഖ ചെയ്ത് അതിൻ്റെയൊക്കെ മണ്ണും അதைയും കൂട്ടിയാൽ ബാത്തിലായ അമലാണ് അള്ളാഹിലേക്ക് എത്തുന്നത്. നല്ല അമൽ ചെയ്താലും എന്തില്ല, ചിലപ്പം തഫല്ലുല് മാത്രമാണ്, അല്ല തന്നങ്ങി വാങ്ങാന്നേ ഉള്ളൂ, ഉജൂബില്ല. അത് മനസ്സിലായി? രണ്ടും തമ്മിൽ വ്യത്യാസം. മറ്റേത് ഉറച്ചിട്ടുണ്ട്, വാജിബായിട്ട്. അതാ വബയാനുഹു അന്നൽ മന്ന വല്ലദ, മന്നും അവയും യുഖ്രിജാനിഹി മിൻ അൻ യതറത്തബ അലൈഹിൽ അജ്റ, അജ്റു അൽ മൗഊലു, വാഗ്ദാനം ചെയ്യപ്പെട്ട അജ്ർ അതിനാൽ ഉണ്ടായി തീരെല്ലാം തൊട്ട് മന്നും അതെന്താക്കും? അത് പുറത്താക്കി കളയും. എന്തുകൊണ്ട്? ലിഅന്നൽ അമല ഇന്നമാ യുഅദ്ദി ഇലൽ അജ്റിൽ മൗഊദ്, ഒരു അമല് എന്താക്കും? അജ്റിലേക്ക് എത്തിക്കല്, മൗഊദായ അജ്റിലേക്ക് എത്തിക്കും. എപ്പോഴ്? ഇദാ അതാ ബിഹിൽ ആമിലു തഅബ്ബുദൻ വതാഅതൻ വബ്തിഗാഅൻ ലിമാ ഇൻദല്ലാഹി തആല മിനൽ അജ്രി വറിദ്വാൻ, അജ്റിനാലും റിദ്വാനിനാലും അല്ലാഹു തആല ഒരുക്കിയതിനെ ആഗ്രഹിച്ചുകൊണ്ടും താഅത്തായിക്കൊണ്ടും തഅബ്ബുദായിക്കൊണ്ടും ചെയ്താൽ മാത്രമേ മൗഊദായ അജ്റിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ലാ തുബ്തിലു ഉള്ളത് ബാത്തിലാക്കണമെന്നല്ല, ആ കിട്ടാത്ത കോലത്തിലേക്ക് എത്തിക്കരുത്. അമലൻ ബിഖൗലിഹി,
രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ കൗലുണ്ടാമല് വമാ തുഖദ്ദിമൂ ലി അൻഫുസികും മിൻ ഖൈറിൻ തജിദൂഹു ഇൻദല്ലാഹി ഹുവ ഖൈറൻ വഅലമ അജ്റാ. കണ്ടോ, നിങ്ങൾ നഫ്സിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് മുന്തിച്ചു വെക്കുന്നു, പ്രവർത്തിക്കുന്നു ഖൈറിനാൽ, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾ എത്തിക്കും. അത് അതിനേക്കാൾ ഉപരിയായ ഖൈറായിട്ടും അഅലമ അജ്റായിട്ടും. ഇനി മൂന്നാമത്തെ കൗലി വബി കൗലിഹി ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സ്വർഗം തരാം എന്നുള്ള കണ്ടീഷൻ പ്രകാരം അംഫുസിനെയും അംവാലിനെയും മുഅ്മിനീങ്ങളുടെ വക്കൽ അല്ലാഹു തആല വാങ്ങിയിട്ടുണ്ട് എന്ന് അല്ലേ. അപ്പോൾ ഫമൻ കാന ഹാമിലുഹു അലൽ അമൽ, അമലിൻ്റെ മേലെ ഒരാളെ പ്രേരിപ്പിച്ച കാര്യമാണെങ്കിൽ ഇബ്തിഗാഅ മാ ഇൻദല്ലാഹി, അള്ളാഹിൻ്റെ അടുക്കലുള്ള കൂലിയെ ആഗ്രഹിച്ചുകൊണ്ട്, മിമ്മ വഅദഹു ലിൽ മുഖ്ലിസീൻ, മുഖ്ലിസീങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതിൽ നിന്ന്, ഫഖദ് ജറാ അലാ സുനനിൽ മുബാദലത്തില്ലത്തി വഖഅത്. ഇവിടെ മുബാദല ഏതാ? അംഫുസും അംവാലും അള്ളാഹ്ക്ക് കൊടുത്താൽ സ്വർഗ്ഗം ഇങ്ങോട്ട് തരാം. ആ കോലത്തിലായി. ഇനി നമ്മുടെ ആദ്യത്തെ ആയത്തിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഇവിടെ എന്താ ഈ മുഅ്തസിലിയാക്കളും അഹ്ലുസുന്നത്തും തമ്മിലുള്ള വേറെന്താ പറയുന്നത്? കുറ്റം ചെയ്താൽ ശിക്ഷ വാജിബാണ്, അതുപോലെ തന്നെ അമാൽ ചെയ്താൽ അമലിന് സവാബും വാജിബാണ്. ആ വുജൂബില്ല. ഒലാ ഹക്ക അലൈക ലിമഖ്ലൂഖ്. ഈ നല്ല അമലും ചെയ്തിട്ട് രണ്ട് തല്ലാതെന്നെങ്കിൽ അത് തന്നെ സവാബ്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. അൽ കാഫിരീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹ് അവരെ ഖൈറിലേക്കും റഷാദിലേക്കും അല്ലാഹു തആല വഴി കാണിക്കൂല എന്ന് പറഞ്ഞു. വഫീഹി തഅരീദുൻ, ഇതിലൊരു സൂചനയുണ്ട്. ബി അന്നൽ മന്ന വൽ അദാ മിൻ ഖസായിസിൽ കുഫാർ. മന്ന് അദാ എന്നുള്ളത് കുഫാറിൻ്റെ ഖുസൂസിയാത്തിൽപ്പെട്ടാണ്, മോമിനിൻ്റെ വക്കൽ ഉണ്ടാവില്ല. വലാ ബുദ്ദ ലിൽ മുഅ്മിനീൻ, മോമിനീങ്ങൾക്ക് അനിവാര്യമാണ് അൻ യജ്തനിബൂഹ, ആ കാര്യങ്ങളെല്ലാം ഒഴിവാക്കൽ, ആ ഖസായിസുൽ കുഫാറിനെ ഒഴിവാക്കൽ. ഹാല ദമീരടുത്തേക്ക് ഖസായിസുൽ കുഫാർ എല്ലാം മന്നേത വേറെ വേറെ പറഞ്ഞ യജ്തനിബൂന ഹുമാ എന്നല്ല പറയുന്നത്. ഹുക്കിയ അൻ ബഅദിൽ ഉലമാഇ റളിയല്ലാഹു അൻഹും അന്നഹു ഖാല മസലു മൻ യഅമലു ത്വാഅത ലിദ്ദിയാഇ വസ്സുൻഅ. ജനങ്ങൾ കാണാനും ജനങ്ങളുടെ ഇടയിൽ പ്രശസ്തി കേൾക്കാനും വേണ്ടിയിട്ട് ഒരു താഴത്ത് ചെയ്യുന്ന ഒരാളെ ഉപമ കമസലി റജുലിൻ, ഒരാളെ പോലെയാണ്. ഖറജ ഇല സൂഖി, അങ്ങാടിയിലേക്ക് പുറപ്പെട്ടു. വമലഅ കീസഹു ഹസൻ, കീസ് നിറയെ കല്ല് കുത്തി നിറച്ചു. ഫയഖൂലുന്നാസു, ജനങ്ങൾ പറയും മാ അംലഅ കീസ ഹാദർ റജുൽ, ഈ റജുലിൻ്റെ കീസ് എത്ര നിറഞ്ഞിട്ടുണ്ട് എന്ന് അത്ഭുതപ്പെട്ട് പറയും. അതാ വലാ മൻഫഅത ലഹു സിവാ മഖാലത്തിന്നാസ്, ജനങ്ങൾ പറഞ്ഞ ആ വാക്കേലാകെ കിട്ടിയിട്ടുള്ളൂ, അത് കല്ലുകൊണ്ട് വല്ല ഉപകാരമുണ്ടായോ? ഫലൗ അറാദ അൻ യശ്തരിയ ബിഹി ഷൈഅൻ, ഈ കീസയിൽ നിറച്ച കല്ലുപയോഗിച്ചുകൊണ്ട് വല്ല വസ്തുക്കളും വാങ്ങാൻ ഉദ്ദേശിച്ചാൽ ലാ യുഅ്താ ബിഹി ഷൈഅ, ഒന്നും കിട്ടൂലല്ലോ അല്ലേ. വഖദ് ബാലഗ സലഫു, സലഫീങ്ങളായ മഹാന്മാർ വളരെ കടുപ്പം കൂട്ടി ഫി ഇഖ്ഫായി സദഖത്തിഹിം, അവരുടെ സദക്ക ഒളിപ്പിച്ചു വെക്കാൻ. ആരെ തൊട്ട്? അൻ അയ്യുനിന്നാസ്, ജനങ്ങളെ കണ്ണിനെ തൊട്ട്. അതല്ലേ വലത്തെ കൈ കൊണ്ട് കൊടുത്തത് ഇടത്തെ കൈ അറിയില്ലാന്നോ. ഹത്താ തലബ ബഅദുഹും ഫഖീറൻ അഅമ, ചിലർ കുരുടായ ഫഖീറിനായിരിക്കും തേടി പിടിക്കുന്ന, ആര് തന്നിന് എന്ന് ഒന്നതില്ല. ലിയല്ലാ യഅലമ അഹദുൻ മനിൽ മുതസദ്ദിഖു, ഈ സദക്ക നൽകിയത് ആരാണ് എന്ന് ആരും അറിയണ്ട. വബഅദുഹും, ചിലർ റബത ഫീ സൗബിൽ ഫഖീർ, ഫഖീറിൻ്റെ സൗബിൽ കെട്ടിവെക്കും. നായിമൻ, അയാൾ ഉറങ്ങുമ്പോൾ. ബിനാലി യതഖല്ലസ മിന ജിയാ, ജിയാനെ തൊട്ട് കഴിച്ചലാകാൻ വേണ്ടി. വഫിൽ ഹദീസ് ശരീഫി ഇന്നല്ലാഹ സുബ്ഹാനഹു വതആല ഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ യൻസിലു ഇലൽ ഇബാദ്, ഇബാദിനെ കൊണ്ട് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ സാധാരണ കീച്ചലും കരലല്ലോ. അതിന് മുമ്പ് പറഞ്ഞില്ലേ, അതിന് ലിയഖ്ലിയ ബൈനഹും, അവരുടെ ഇടയിൽ വിധി കൽപ്പിക്കാൻ. വകുല്ലു ഉമ്മത്തിൻ ജാസിയത്തുൻ, ഓരോ ഉമ്മത്തും പേടിച്ചിട്ട് മുട്ടുകുത്തി നിൽക്കുകയാണ്. ഫഅവ്വലു മൻ യുദ്ആ ബിഹി, വിളിക്കപ്പെടുന്നതിൽ ആദ്യത്തെയാൾ റജുലുൻ ജമഅൽ ഖുർആൻ, ഖുർആൻ ഒരുമിച്ച് കൂട്ടിയ ഒരാളാണ്. എന്നുവെച്ചാൽ അതിനെ ഹിഫ്ളാക്കിയിട്ടും പഠിച്ചിട്ടും എല്ലാം കൂടി. വറജുലുൻ ഖുതില ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ ഫീ സബീലിൽ കൊല്ലപ്പെട്ട ഒരു ഷഹീദാണ് രണ്ട്. വറജുലുൻ കസീറുൽ മാൽ, ധാരാളം സമ്പത്തുള്ള മൂന്നാമത്തെ റജുൽ. ഫയഖൂലുല്ലാഹു ലിൽ ഖാരിഇ, ആദ്യത്തെ ജമഅൽ ഖുർആനില്ലേ
അദ്ദേഹത്തിനോട് പറയുന്നു, അലം അല്ലിം കമാ അൻസൽതു അലാ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ റസൂലിൻ്റെ മേലിൽ ഞാൻ ഇറക്കിക്കൊടുത്ത കാര്യം ഞാൻ എനിക്ക് പഠിപ്പിച്ചു തന്നില്ലേ? ഖാല വലാ യാ റബ്ബി, അതേ പഠിച്ചോനേ. ഖാല ഫമാ അമിൽത ഫീമാ അലിംത, നീ അറിഞ്ഞതിൽ എന്താണ് അമൽ ചെയ്തത്? ഖാല കുന്തു അഖറഉ അലാ അല്ലലി വഅത്റാഫൻ നഹാർ, രാവിലും പകലിലും ഞാൻ അത് ഓതും. ഫയഖൂലുല്ലാഹു തബാറക വതആല പറയുന്നത് കദബത, നീ പറഞ്ഞത് കളവാണ് അല്ലേ? അതായത് ആ വിഷയത്തിൽ ശിർക്കില്ലാത്തതാണ് കളവ്, ഇവ ചെയ്തിട്ടില്ല എന്നുള്ളതല്ല. വതഖൂലു ലഹുൽ മലായികത്തു കദബത, മലായികത്തും പറയുന്നു നീ പറഞ്ഞത് കളവാണെന്ന്. വയഖൂലുല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു ബൽ അറത അൻ യുഖാല ഫുലാനുൻ ഖാരിഉൻ, ഫുലാൻ വലിയ ഖാരി ആണ് എന്ന് പറയലാണ് നീ ഉദ്ദേശിച്ചത്. ഫഖദ് ഖീല, അത് പറഞ്ഞു കിട്ടിയിട്ടുണ്ട്, ഇനി പോയിക്കോ. ഇനി പൈസക്കാനല്ലേ. വയുതാ ബിസാഹിബിൽ മാലി, ആ കാശിൻ്റെ ഉടമയെ കൊണ്ടുവരപ്പെടും. ഫയഖൂലുല്ലാഹു ലഹു, അല്ലാഹു പറയുന്നു അലം വസ്ഇ അലൈക, ഞാൻ നിനക്ക് സാമ്പത്തികമായ വലിയ വിശാലത ചെയ്തു തന്നു. ഹത്താ ലം അദഅക തഹ്താജു ഇലാ അഹദിൻ, മറ്റൊരാളെ കൊള്ള കൈ നീട്ടാനൊന്നും ആവശ്യമില്ലാത്ത രീതിയിൽ നിന്നെ ആക്കിയില്ലേ? ഖാല ബലാ യാ റബ്ബി, അതേ റബ്ബേ. ഖാല ഫമാദാ അമിൽത ഫീമാ ആതൈതുക, ഞാൻ നിനക്ക് നൽകിയതിൽ എന്ത് അമൽ ചെയ്തു? ഖാല കുന്തു അസിലുർ റഹിമ വഅതസദ്ദഖു, ഞാൻ സദഖ കൊടുക്കും, എൻ്റെ കുടുംബ ബന്ധം ചേർക്കും, ഇങ്ങനെ പലതിലും ചിലവാക്കി. ഫയഖൂലുല്ലാഹു പറയുന്നു കദബത, നീ പറഞ്ഞത് ശരിയല്ല, അത് കൊടുത്തിട്ടില്ല എന്നല്ല അർത്ഥം, ആ കൊടുത്തതിൽ സിദ്ഖില്ല. വതഖൂലുൽ മലായികത്തു പറയുന്നു കദബത. വയഖൂലുല്ലാഹു ബൽ അറത അൻ യുഖാല ഫുലാനുൻ ജവാദുൻ, ഇന്നാള് വലിയ ദാനധർമ്മം ചെയ്യുന്ന ആളാണ്. ഫഖദ് ഖീല ദാലിക, അത് പറയപ്പെട്ട് കഴിഞ്ഞു പോയി. ഇനി ഒരാ ഷഹീദല്ലേ. വജുഅത ബില്ലദീ ഖുതില ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ ഫീ സബീലിൽ കൊല്ലപ്പെട്ട ഒരാൾ കൊണ്ടുവന്നിട്ട് ഫയഖൂലു ലഹു പറയുന്നു ഫീമാദാ ഖുതിൽത, എന്താ നീ കൊല്ലപ്പെടാൻ കാരണം? ഫയഖൂലു യാ റബ്ബി ഉമിർതു ബിൽ ജിഹാദി ഫീ സബീലിക്, നിൻ്റെ സബീലിൽ ജിഹാദ് ചെയ്യാൻ വേണ്ടി എന്നോട് കൽപ്പിച്ച്. ഫഖാതൽതു ഹത്താ ഖുതിൽതു, ഞാൻ മുജാഹദ ചെയ്ത് ഞാൻ കൊല്ലപ്പെട്ടു. ഫയഖൂലുല്ലാഹു പറയുന്നു കദബത, നീ പറഞ്ഞത് കളവാണ്. വതഖൂലുൽ മലായികത്തു കദബത. വയഖൂലുല്ലാഹു ബൽ അറത അൻ യുഖാല ഫുലാനുൻ ജരീഉൻ, ഇന്നാള് വലിയ ധീരനായ യോദ്ധാവാണ് എന്ന് പറയണം. ഫഖദ് ഖീല ദാലിക, അതും പറയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ثم قال رسول الله صلى الله عليه وسلم പറഞ്ഞു ഉലൈക സലാസ, ആ പറയപ്പെട്ട മൂന്ന് വിഭാഗം അവ്വലു ഖൽഖില്ലാഹി, അല്ലാഹുവിൻ്റെ പടപ്പുകളിൽ ആദ്യത്തെ കൂട്ടറാണ്. എങ്ങനത്തെ? തുസഅറു ബിഹിമുൽ നാറു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നരകം കത്തിക്കപ്പെടുന്ന ആദ്യത്തെ കൂട്ടർ ഈ മൂന്ന് കൂട്ടറാണ്. അൽ ഹദീസ് അഖ്റജഹുൽ ഇമാം മുസ്ലിം ഫീ സഹീഹിഹി ഖരീബൻ മിൻ ഹാദൽ ലഫ്ദി. അത് തർത്തീബ് ഒന്നും പ്രത്യേക ഒന്നുമില്ല, അത് പറയുമ്പോൾ ആദ്യം പറഞ്ഞേ ഉള്ളൂ. വറവാഹു നസായി വ തിർമദി, രണ്ടാളും റിവായത്ത് ചെയ്ത് ഹസനഹു, തിർമദി ഇമാമ് അത് ഹസനാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്നത് എന്താണ്? ചെലവാക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങളെ കുറിച്ചാണ്. അവിടെ രണ്ട് ലക്ഷ്യമാണ് പറയുന്നത്. ഒന്ന് അള്ളാഹുവിൻ്റെ മർലാത്ത്, അള്ളാഹിൻ്റെ പൊരുത്തം കിട്ടല്. രണ്ടാമത്തത് ഈ നഫക്ക കൊണ്ട് ഏതാണ് ദുസ്വഭാവം മാറിക്കിട്ടുക. ഓരോ അമല് കൊണ്ട് ഓരോ ദുസ്വഭാവങ്ങൾക്ക് പരിഹാരമാണ്. ഇപ്പം കിബിറാണെങ്കിൽ സദക്ക അല്ല കൊടുക്കണ്ടി, തവാദുആണ് അല്ലേ? റുജുബാണെങ്കിൽ അല്ല ചെയ്ത നിയമത്താണ്, എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാന്നുകൊണ്ടാന്ന് എന്താക്കണ്ട, റുജുബ് മാറ്റുന്നുണ്ട്. അപ്പോൾ എന്ത് കണക്കും? ബുഖല് മാറ്റണമെങ്കിൽ ഇൻഫാഖ് കൊണ്ടല്ലേ മാറില്ലേ? അപ്പം ബുഖല് എന്ന ചില സ്വഭാവങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടി എന്താക്കും? ദിയാല രൂപത്തിൽ എന്താക്കും ചെയ്യും, അള്ളാൻ്റെ വീഴ്ത്തും. അതാണ് ഒരർത്ഥം കൊടുക്കുന്നത്. രണ്ടാമത്തെ അർത്ഥം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അവൻ്റെ മനസ്സറിഞ്ഞിട്ട് ചെയ്യുന്നത്. ഉള്ളു തട്ടിയിട്ട് കൊടുക്കലുണ്ടല്ല, അതെ, അത് ചെറുതായാലും മതി. പണ്ടൊരു പാട്ടുപാടല്ലേ, ചെറുതമ്പ് കലർന്ന് ചെയ്വതും ചെയ്തത് ഉള്ളത്തിൽ അറിഞ്ഞു ചെയ്വതും എന്നൊരു പാട്ടുപാടലുണ്ട്. ചെറുത് അമ്പ് കലർന്നു എന്ന് പറഞ്ഞാൽ അവനോട് കാരുണ്യം തോന്നിയിട്ട് കൊടുക്കല്. നീ ബുദ്ധിമുട്ടാക്കും അന്നെല്ലാം പറഞ്ഞിട്ട് അത് കാരുണ്യമില്ല. ചെറുത് അമ്പ് കലർന്ന്
അമ്പ് എന്ന് പറഞ്ഞാൽ എറിയുന്ന അമ്പല്ല, അനുകമ്പ, അതായത് മഹബത്ത്. അള്ളാഹ് തൻ്റെ അമ്പിനാലെ ആദരിച്ച മൈത്ത. അടാ അമ്പെന്താന്ന്? എറിയുന്ന അമ്പ അല്ല, സ്നേഹം. നബിസുമാരില്ലേ, അള്ളാഹ് തൻ്റെ അമ്പിനാലെ ആദരിച്ച മൈത്ത ഫാത്തിമുന്നബിന്റെ മകൾ ഫാത്തിമ ബീവറ്റെ എന്ന് പറഞ്ഞ അമ്പ് എന്ന് പറഞ്ഞാൽ അതാണ് ചെറുതമ്പ് കലർന്ന് ചെയ്വതും ചെറുത് ഉള്ളത്തിൽ അറിഞ്ഞു ചെയ്തതും. അതായത് മുള്ളിത്തട്ടിയിട്ട് മനസ്സിന്റെ ഉള്ളിൽ നിവരിക്കുന്നെങ്കിൽ കൊടുക്കണം എന്ന് പറഞ്ഞു. അതാണ് രണ്ടർത്ഥം കൊടുക്കുന്നത്. നോക്കും, എനിക്കെന്തോന്ന് ഓടിയിട്ടില്ല. അതാണ് ചെലവാക്കുന്നതിൻ്റെ രണ്ട്. وَمَثَلُ الَّذِينَ يُنْفِقُونَ أَمْوَالَهُمُ ابْتِغَاءَ مَرْضَاتِ اللَّهِ അള്ളാഹുവിൻ്റെ മർളാത്തിനെ കരുതിക്കൊണ്ട് മുതൽ ചെലവാക്കുന്നവരുടെ നഫക്കയുടെ ഉദാഹരണം നേരത്തെ വന്നിട്ടുണ്ട്. നഫക്കൻ എന്താക്കൂല, മറ്റേ ജമാദാത്തിനെ തശ്ബീഹാക്കൂല. ലിത്തലബി, അതായത് ഇബ്തിഗാഅ മർളാത്തില്ലാഹി എന്ന മഫ്ഊൽ ലഹു എന്നത്. മഫ്ഊൽ ലഹു എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് കാരണത്തിൻ്റെ ഇവിടെ കാര്യം ചെയ്തു എന്ന്. ഖുംതു, ഞാൻ എന്താക്കി, എണീച്ചു എന്ന് തഅദീമൻ ലിശൈഖ്, ശൈഖിനെ ബഹുമാനിക്കാൻ വേണ്ടി. അതാ മഫ്ഊൽ ലഹു. അതാണ് ലിത്തലബി റിളാഹു, അള്ളാഹുവിൻ്റെ റിളാനെ തേടാനും. വ തസ്ബീതൻ മിൻ അൻഫുസിഹിം, തസ്ബീത്തിനെയും അവർ തേടിയെന്നാണ് പറയുന്നത്. ഈ തസ്ബീത്തിൻ്റെ മാന മുമ്പ് പറയുന്നത് മരിച്ചാൽ ചെല്ലുന്ന തസ്ബീത്തല്ലേ. തസ്ബീത്ത് രണ്ടർത്ഥം കൊടുക്കും. അതായത് മിൻ എന്ന് പറഞ്ഞത് തബീലാക്കണമോ അല്ല ഇബ്തിദാഅാക്കണമോ എന്ന് തർക്കം. ഖറജതു മിൻ കണ്ണൂർ ഇല കാസർഗോഡ് എന്ന് പറഞ്ഞാൽ മിന്നെന്താണ്? ഇബ്തിദാ അല്ലേ. മിൻഹും മൻ കല്ലമല്ലാഹു, നമ്മൾ നോക്കിയില്ലേ, അതിൽപ്പെട്ട ചിലര് ബഅദ്, അതായത് അവിടെ മിന്നിൽ സ്ഥാനത്തൊരു ബഅദ് കൂട്ടിക്കൊടുത്താൽ എന്താവും? അപ്പൊ ഒന്നാമത്തെ അർത്ഥപ്രകാരം അവരുടെ നഫ്സിലുള്ള ബഅദുൽ ഖുലുഖിനെ എന്താക്കണം? ശരിയാക്കി എടുക്കണം. അപ്പം മിന്നെന്തായി? തബഈലായി. എല്ലാം മനസ്സിന്റെ ഉള്ളിൽ നിന്ന് എന്താക്കി എനിക്ക് കൊടുക്കണമെന്ന് തീരുമാനിച്ചു. വെറും ലാഹിറായിട്ട് ആളെ പ്രപ്പിക്കാൻ കൊടുത്തല്ല. ഇബ്തിദാ അതാ. അപ്പൊ ഉദാഹരണം മനസ്സിലായില്ലേ? അത് അമീൻ എന്ന് പറഞ്ഞാൽ ജഅല ബഅദ അൻഫുസിഹിം സാബിതൻ അലൽ ഈമാനി വത്വാഅ, ഈമാനിന്റെ മേലിലും ത്വാഅത്തിന്റെ മേലിലും ഉറച്ചിരിക്കുന്ന ആക്കി മാറ്റാൻ വേണ്ടി, അതായത് നഫ്സിനെ പരിശീലിപ്പിക്കാൻ. അപ്പം മിന്നെന്തായത്? തബഈലായി. എന്തിനാ? ലിയസൂല അൻഹാ റദീലത്തുൽ ബുഖ്ലി, ബുഖ്ലിൻ അതിൻ്റെ ദുസ്വഭാവം ഉണ്ടല്ലോ, അത് നീങ്ങി കിട്ടാൻ വേണ്ടി. ബുഖ്ല് മാറി കിട്ടാൻ വേണ്ടി ധാരാളം ധർമ്മം ചെയ്ത് എന്താക്കുന്നത് ആദത്തായി മാറുക. അതല്ലേ ഗസാലി ഇമാം പറഞ്ഞത്, ഓരോ ഖുലുഖിനും ഓരോ റിയാദകളാണ്. ശുക്രന് ജസഇന് ഒരു റിയാദ, കിബറിന് മറ്റൊരു റിയാദ, ഉജ്ബിന് മറ്റൊരു റിയാദ, ഹിർസിന് മറ്റൊരു റിയാദ. ഇതുപോലെ ബുഖ്ലിന് ഒരു റിയാദ എന്താണ് കൊടുക്കല്. ചിലപ്പോൾ മനസ്സിഷ്ടപ്പെടൂല. ഹുബ്ബുൽ മാലി, ഹുബ്ബുൽ മാലും പോട്ടെ, വഇൻസാക്കിഹി, അതിൻ്റെ ഇൻസാക്കും പോട്ടെ, പിശുക്ക്. വലിംതിനാനി ഇൻഫാഖിഹി, ഇൻഫാഖ് ചെയ്യുന്ന തൊട്ട് ഇംതിനാഉം പോട്ടെ. അപ്പൊ ചുരുക്കത്തിൽ നഫ്സിനെ ശരിയാക്കി എടുക്കുക. ഫഇന്ന നഫ്സ വഇൻ കാനത് മജ്ബൂലത്തൻ അലാ ഹുബ്ബിൽ മാൽ, മുതലിന്റെ മഹബത്തിന്റെ മേലാണ് ശരീരം പടക്കപ്പെട്ടത്. എന്നിരുന്നാലും വസ്തിസ്കാനി ത്വാഅത്തിൽ ബദനിയ, ബദനിയായ ത്വാഅത്ത് അത് ഭാരമായി കാണലും എന്തായി? മജ്ബൂലത്താണ്. എന്നാലും ഇല്ല അന്നഹ കമാ അബ്ബതഹ തതഅബ്ബദു, ഒരു പാട്ടിന്റെ വാക്യാണ്, വന്നഫ്സു കമാ അബ്ബതഹ തതഅബ്ബദൂൻ, നീ എന്താണോ ശീലിപ്പിച്ചു വന്നത് അത് ശീലമായി മാറും. കമാ ഖാല ഷാഹിദ് പറഞ്ഞില്ലേ, അലി ഇമാം ബുസരി, വന്നഫ്സു കത്ഫിലി ഇൻ തുഹ്മിൽഹു ശബ്ബ അലാ ഹുബ്ബിർ റളാഇ വഇൻ തഫ്തിംഹു യൻഫതിമി. നഫ്സിന്റെ അവസ്ഥ എന്താണ്? തിഫിലിനെ പോലെയാണ്. മുലകുടി മാറ്റാണ്ട് അങ്ങനെ ഉഴയാ ബാലക്കനായാലും മുല കുടിക്കും. ഇൻ തുഹ്മിൽഹു ശബ്ബ അലാ ഹുബ്ബിർ റളാഇ, അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ചെന്നാലും വാരി തേച്ച് മുലകുടി മാറ്റിയാൽ കുറച്ച് വിഷമിലുണ്ടാവും. പിന്നെ വഇൻ തഫ്തിംഹു യൻഫതിമി. അപ്പം ഇവിടെ എന്താ വന്നത്? റിയാദ. റിയാദ എന്ന് പറഞ്ഞാൽ ജിന്നിനെ കാണുന്ന റിയാദ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അതുക്കിലോതി റിയാദ. ഏതോ ഒരു മോശമായ ഹുലുക്കിനെ മാറ്റിയെടുക്കാൻ വേണ്ടി അതിന്റെ ബദല് കൊണ്ടുവന്നിട്ട് അതങ്ങനെ പരിശീലിപ്പിക്കുക. വല്ലാണ്ട് ഉറങ്ങുന്ന ആളാങ്ങൾ ഉറക്കൊയ്യലി, ഹൈറായ കാര്യത്തിന് വേണ്ടി.
മടിയന്മാർക്ക് അത് കൽപ്പിച്ചു കൂട്ടി ചെയ്യൽ അത്രേ പണിയുള്ളൂ. അപ്പം അതിൻ്റെ പിന്നിൽ പണിയിൽ നിന്ന് പിരിച്ചു വിടുമെന്നെല്ലാം കണ്ടാലേ അത് എങ്ങനെയെങ്കിലും ചെയ്തേക്കുമല്ല. അതാ ഫമത അഹ്മൽതഹ, നഫ്സിന് അങ്ങനെ തന്നെ കാരൂരി വിട്ടാൽ ഫഖത്ത് തമർറദത്, അത് കുർത്തക്കേട് കാട്ടും. വഅതാദത്തിൽ കസല വൽ ബത്വാല, തീരെ പണിയില്ലാണ്ട് നേരം കളഞ്ഞുകൊണ്ട് എന്താക്കും, മടിയനായിട്ടിരിക്കും. നമ്മൾ തീർത്തുണ്ടെന്ന് നോ മടിയെന്നാണ്. അതെന്നാ പണി എന്താ ചെയ്ത് പറഞ്ഞു, നോ മടിയെന്ന്. എനിക്ക് മടിയുണ്ടല്ലോ കുറച്ച്. അതെ, വൽ ബുഖലിനെയും പതിവാക്കും, ഇംസാക്കുൽ മാലിനെയും പതിവാക്കും. അണ്ടാ എന്തിനാ തൊട്ട് പിടിച്ചു വെക്കൽ? അൻഷർഫീല വുജൂഹി ത്വാആത്ത്, ത്വാആത്തിന്റെ മാർഗങ്ങളിൽ ചെലവാക്കലിനെ തൊട്ട് മുതലിനെ പിടിച്ചു വെക്കലും. അതുപോലെ മുഖ്തലയാത്തിൽ ഈമാൻ, ഈമാൻ കൽപ്പിച്ച പല മാർഗങ്ങളുണ്ടല്ലോ, അതിലേക്ക് ചെലവാക്കലിനെ തൊട്ടും. അപ്പം അതാണ് അതിൻ്റെ അസ്ലി. വഹൈസു കല്ലഫ്തഹ വഹമ്മൽതഹ അലാ മശാഖിൽ ഇബാദത്തിൽ ബദനിയ്യത്തി വൽ മാലിയ, ശാരീരികമായ ഇബാദത്ത് മാലിയായ ഇബാദത്തിൻ്റെ മശക്കത്തിൻ്റെ മേലെന്താക്കുക, അതിനെ കുറച്ച് നിർബന്ധിച്ചിട്ട് ഇങ്ങനെ ചുമത്തിയാൽ തങ്കാതു ലഖ, അതെനിക്ക് വൈപ്പെടാൻ തുടങ്ങും. മുമ്പ് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞില്ലേ, എന്താണ് ഹമ്മൽതുഹാ മൽ മൗതു ഐസറു ബഅദിഹി ഖുശൈരി, ഞാനതിന് നഫ്സിനങ്ങ് ചുമത്തി കൊടുത്ത പണി എന്താണെന്നറിയോ, ഏറ്റവും ചുരുങ്ങിയത് മരണം ആഗ്രഹിച്ചളിയും. ഞാൻ കാണാൻ നല്ലത് ഒരിക്കലായിരുന്നു. അത് ഇൻഷാ അല്ലാഹ് മന്നജിൽ വരുന്നുണ്ട്. തീരെ ഭക്ഷണമൊക്കെ തയ്യാറില്ലാത്തൊക്കെ പാട്ടിന് കടത്തൽ തന്നെ തരൂല എന്ന് പറയുന്നത്. അതാണ് ഇത് മിൻ അംഫുസിന്റെ മിന്നെന്ന് കൊണ്ടുവന്നത്. അതെ, വത്തതസക്ക ജിബില്ലിയ, പടക്കുമ്പോൾ തന്നെ ഉണ്ടാക്കപ്പെട്ട ആദത്തിനെ തൊട്ട് എന്താ പരിശുദ്ധനാകും. ഓജൂസ്, ഇതെന്താ കണ്ടപ്പോൾ മിന്ന് ഇബ്തിദാഖിയെന്ന്. അപ്പം വയജൂസ് അയ്യകൂന തസ്ബീതു ബിമാന ജഅലു ശൈഇ സാദിഖൻ മുഹഖഖൻ സാബിതൻ, ഒരു ശൈഇനെ എന്താക്കും സാദിഖാകുക, മുഹഖഖ നാമമാത്രമായിട്ട് ആരോ പൊട്ടിച്ചൊക്കെ വേണ്ടി തൽക്കാലം ഇങ്ങനെ ചെയ്ത് ഒപ്പിക്കലല്ല, മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തട്ടി ചെയ്യണം. വൽ മഅന തസ്ദീഖൻ ലിൽ ഇസ്ലാം നാശിഅൻ മിൻ അസ്ലി അൻഫുസിഹിം, കണ്ട നഫ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആ സദക്ക പുറത്തു വരണം. മറ്റു ദുഃഖങ്ങളൊക്കെ പറ്റി പറഞ്ഞോണക്ക് തന്നെ ഒരു വിളിക്കുമ്പോൾ എന്താ വേണ്ടി പോകാണ്ടിരിക്കാനും കഴിയൂല, അതാതിലൂടെ അഫ്ലഫാത്തിയ. അപ്പം ഇത് മനസ്സിൽ തട്ടിയ അതാതും അല്ല, മനസ്സിൽ തട്ടിയ ഫാത്തിഹയല്ല. ഫൈനൽ ഇൻഫാഖ അമാറത്തുൻ അന്നൽ ഇസ്ലാമ നാശിഉൻ മിൻ അസ്ലിൻ നഫ്സ്, പൈസ ചെലവാക്കൽ എന്നുള്ളത് അസ്ലുൻ നഫ്സിൽ നിന്ന് ഉടലെടുത്തതാണ്. അത് ഇസ്ലാം എന്നുള്ളത് എന്താക്കണം, അസ്ലുൻ നഫ്സിൽ നിന്ന് ഉടലെടുക്കണം. നിർബന്ധിതനായി എന്തിനോ വേണ്ടിയിട്ട് ആർക്കോ വേണ്ടി അല്ലാഹുവിനെ വിളിക്കുന്ന പറഞ്ഞാൽ അതിലാകാൻ പാടില്ല. അന്നൽ ഇസ്ലാമ നാശിഉൻ മിൻ അസ്ലിൻ നഫ്സി വസമീമിൽ ഖൽബ്, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഇസ്ലാം വരണം. അപ്പൊ ഫമിൻ എന്നുള്ളത് ലിത്തിദായിൽ ഗായ, ഗായത്തിന്റെ ഇബ്തിദാ, അതായത് ഈ ഇബ്തിദാ വന്ന ഒരു ഗായത്തുണ്ടാവും. മീൻ കണ്ണൂരിലെ കാസർഗോഡ് എന്ന് പറഞ്ഞാൽ ഗായത്തേത് കാസർഗോഡ്, മിൻ ഇബ്തിദാ. അപ്പോൾ ഈ ഇൻഫാക്ക് യൻഫിഖൂന മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തത്, ആരോ പറഞ്ഞതിന് തൽക്കാലം പൊട്ടിയിടാൻ വേണ്ടിയിട്ട് അയാളെ പറഞ്ഞുവിടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതല്ല. ചുരുക്കത്തിൽ ഈ രണ്ട് തഫ്സീർ പോയത് എങ്ങനെയാണ്, ഒന്ന് മിൻ എന്നുള്ളത് തബഈലാണോ അല്ലയോ ഇബ്തിദാഅാണോ എന്നതാണ് വ്യത്യാസം. അത് നിക്കമസലി ജന്നത്തിൻ ബിറബ്വ, ഒരു തോട്ടത്തിന്റെ ഉദാഹരണം പോലെയാണ്. ആദ്യം മസലല്ലേ പറഞ്ഞത്, അത് അബുസ്താനിൻ ബി റബുവത്തിൻ്റെ, അത് കായിലിൻ, അതിനെ കൂട്ടുന്ന ബാന്റെ മുത്താലക്ക് വേണ്ടേ, ബാജറിനെ അതടയൊന്ന് കൊളത്തണമില്ല, അതിനാണ് കായിലൊന്ന് കൂട്ടിയത്. റബുവത്ത് എന്ന് പറഞ്ഞാൽ മക്കാനുൻ മുർത്തഫിഉൻ മഅ്മൂൻ, സുരക്ഷിതമായ മുർത്തഫിയായ മക്കാന്. ഇവിടെ ബയ്യോർ പറയുന്നുണ്ട്, മുർത്തഫി ആയി കഴിഞ്ഞാൽ കാറ്റ് പിടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എന്താക്കണം, മുത്തവസ്സിത്തായ ഭൂമിയാലാണ്. അത് കുണ്ടിലാകുമ്പോൾ വെള്ളം കെട്ടിക്കിടക്കും, തണിയുമ്പോൾ മേലെയാകുമ്പോൾ കാറ്റും പിടിക്കും. അപ്പം എന്താ മുത്തവസ്സിത്താകണം എന്നതാണ് വരേണ്ടത് പറയും. എന്തിനെ തൊട്ട് മിൻ അൻ യജ്തഹുൽ ബർദു, തണുപ്പ് അതിനെ കൊയ്തെടുക്കാതിരിക്കാൻ അതിനെ തൊട്ട് മഅ്മൂനാവണം. ആ വിസ്തഹു അല്ലെങ്കിലോ അത് ഫസാദാകൽ ഹവാഇഹി,
അതിൻ്റെ ഹവാ നേറിയതുകൊണ്ട് ബിഹുബോബിദിയാഹിൽ മുലത്തിഫത്തി ലഹു, അതിനെ കാറ്റടിച്ചിട്ട് എന്താക്കും, നേർപ്പിച്ച് കളയും. എന്തുകൊണ്ട് ഫഇന്ന അശജാറ റുബ തകൂനു അഹ്സന മന്ദറൻ. റുബ എന്ന് പറഞ്ഞാൽ റബുവത്തിൻ്റെ ബഹുജനാക്കിയിട്ട് റുബ. കാന്നഹും ഫി ദുഹൂരിൽ ഖൈലി ലബ്തു റുബ എന്ന് പറഞ്ഞില്ലേ. തകൂനു അഹ്സന മന്ദറൻ വസ്കാ സമറൻ, നല്ല പഴമായിരിക്കും, കാഴ്ചക്ക് നല്ല ഭംഗിയുണ്ടാകും. വഅമ്മൽ അറാദിൽ മുൻഖഫിലത്തു, കുണ്ടുള്ള ഭൂമി ഉണ്ടല്ലോ, അത് ഫകല്ലമ തസ്ലമു സിമാറുഹ മിനൽ ബർദി, ബർദിനെ തൊട്ട് അതിൻ്റെ അത് രക്ഷപ്പെടൽ വളരെ അപൂർവമാണ്. എന്തുകൊണ്ട് ഈ കസാഫത്ത് ഹവാഇഹ, ഹവാക്ക് കട്ടി കൂടിയിട്ടുണ്ട്. എന്തുകൊണ്ട് ബി റുക്കോദിയാഹി, കാറ്റ് അടിച്ച് നമ്മൾ എ സി റൂമിൽ പോലെ എ സി റൂമിൽ കയറുന്ന കാറ്റ് പുറത്തു പോകാത്തോണ്ട് എന്താക്കും, അവിടെ കെട്ടിക്കിടക്കുമ്പോൾ റുക്കൂത് റക്കതാന്ന് പറഞ്ഞ റാക്കിതൻ, ഒഴുകാത്ത കാറ്റ്. കാറ്റിങ്ങനെ ഒഴുകുന്ന അവസരത്തിലല്ലേ സുഖം കിട്ടല്. ഒരാൾ കൊണ്ടുള്ള ഭൂമിയിൽ പരെടുത്ത് എന്നിട്ട് അവിടെ സുഖം കിട്ടായിട്ട് നമ്മളെ കൊട്ടിക്കൊണ്ട് ഭാര പറഞ്ഞ പോലെ അവിടെ കഞ്ഞാന്ന് ചോറാന്നെല്ലാം വന്നിട്ട് പ്രസാദാക്കി. ഞാൻ പോയി നോക്കിയിട്ട് പറഞ്ഞ് ബോ ലെവലിനാക്കാണ് നിങ്ങളെ പുര താണ്ടാനുള്ളത്. അതിൻ്റെ ഇപ്പുറം 2 തട്ടും കഴിഞ്ഞിട്ടും മേലെ റോഡാ. അപ്പം കാറ്റടിക്കുമ്പോൾ എന്താണ്, കാറ്റ് പുറത്തു പോകില്ല. ഈ അടിച്ച കാറ്റുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തേക്ക് തിരിച്ചു വരുമായിരുന്നു. വേണമെങ്കിൽ അടിയിലെ താമസം മാറ്റിയിട്ട് മുകളിലേക്ക് കുറച്ച് ദിവസം നിന്ന് നോക്ക്. എന്നാൽ തായിലിനേക്കാൾ കുറച്ച് സുഖം ഉണ്ടോ നോക്കും. അപ്പോൾ ഇവിടെ കഞ്ഞാന്ന് ചോറാന്ന് പറഞ്ഞിട്ട് അവിടെ പൊളിക്കാനും കളിക്കാനും നിൽക്കണ്ട. നോക്കുമ്പോൾ ഏതോ അടിയിലെ ഭൂമിയിൽ നിന്ന് കെട്ടിപ്പൊന്തിച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ടാന്ന് കൊണ്ടുവന്നു. കാറ്റ് വൺവേ അടിക്കുള്ളൂ. അങ്ങനെ കാറ്റടിച്ചാൽ ഈ ശമ്പനം തട്ടിയിട്ട് എന്താ ഉള്ളിലേക്ക് തന്നെ പോകും. ഫ്രഷ് കാറ്റില്ല. അപ്പം അത് മനസ്സിലായില്ലേ. അപ്പോൾ കാറ്റ് ഒഴുകാത്തത് കൊണ്ട് വക്കാല ബഅദുഹും, ചിലർ പറഞ്ഞു ഇന്നൽ ബുസ്താന ഇദാ വഖഅ ഫീ മൗദിഇൻ മുർതഫിഇൻ മിനൽ അർളി, ഭൂമിയിൽ നിന്ന് കുറേ പന്തമുള്ള സ്ഥലത്ത് തോട്ടമുണ്ടായാൽ ലാ തൻഫഉൽ അൻഹാറു, പുഴകളെ കൊണ്ട് ഉപകാരം കിട്ടൂല. താഴെ വെള്ളം ഉണ്ടാകല്. വതളുറു ബിഹി റിയാഹു കസീറൻ, ധാരാളമായി കാറ്റ് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ പല യഹ്സുനു റൈഉഹു, അതിൻ്റെ പഴം ഉണ്ടാകലുണ്ടല്ലോ, കായ് ഉണ്ടാകല്, അത് മെച്ചപ്പെടൂല. ഇല്ല ഇദാ കാന അലൽ അർദിൽ മുസ്തവിയ, മുസ്തവിയായ ഭൂമിയിലായാലും ഒഴികെ. അല്ലത്തി തകൂനു ലാ തകൂനു റബുവത്തൻ വലാ വഹദത്തൻ, നന്ന റബുവത്തും ആകാൻ പാടില്ല, നന്നക്കുണ്ടാകാനും പാടില്ല, മുത്തവസിത്തായി. അപ്പോൾ ഫൽ മുറാദു ബി റബുവത്ത് മിനർ റബു, അപ്പോൾ ആയത്തിൽ പറഞ്ഞ റബുവത്തുകൊണ്ട് എന്തുദ്ദേശിക്കണം? കാരണം നന്നായി പഴം കായ്ക്കുന്ന തോട്ടമല്ലേ നമുക്ക് കിട്ടേണ്ടത് അതിൽ നമ്മളെ മിസാലിൽ. അപ്പോൾ നന്ന കുണ്ടിലായാലും പറ്റൂല, നന്ന ടോപ്പിലായാലും പറ്റൂല. അതാണ് ഫൽ മുറാദു മിനർ റബുവ. ഏത് റബുവത്ത്? കമസലി ജന്നത്തിൻ ബി റബുവത്തിൻ എന്ന് റബുവത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിനിൽ കോനുൽ അർളി ലയ്യിനതൻ ജയ്യിദതൻ, ഭൂമി എന്താക്കണം, നല്ല പദമുള്ളതാവണം, മേത്തരം ഭൂമിയാകണം. ബിഹൈസു ഇദാ നസലൽ മതറു അലൈഹ, അതിൻ്റെ മേലെ വെള്ളം മഴ തട്ടിയാൽ ഇൻതഫഖത്ത്, അതിങ്ങനെ വികസിക്കണം. അല്ലെങ്കിൽ എന്താ അടിച്ചൊഴുകിയിട്ട് അങ്ങോട്ട് പോകും. പിന്നെ വറബത്ത് വനമത്ത്, അത് വർദ്ധിക്കണം, വികസിക്കണം. അപ്പം ഫഇൻ അൽഅർള ഇദാ കാനത് ബിഹാദിഹി സിഫത്തി, ഈ പറയപ്പെട്ട സിഫത്ത് കൊണ്ടായാൽ യക്സുർ റൈഉഹാ വതക്മുൽ അഷ്ജാറുഹാ, അതിന് മരം പൂർണ്ണമാകും. വയുഅയ്യിദു ഹാദ തഅ്ബീൽ, ഈ രണ്ടാമത് പറഞ്ഞ തഅ്ബീലുണ്ടല്ലോ അതിനെ ശക്തിപ്പെടുത്തുന്നു. ഖൗലുഹു സുബ്ഹാനഹു വതആല വതറൽ അർള ഹാമിദ ഫഇദാ അൻസൽനാ അലൈഹൽ മാഅ ഇഹ്തസ്സത് വറബത് വഅംബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ്, ഭൂമി ഇങ്ങനെ ഹാമിദായിട്ട് ഇങ്ങനെ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ കിടക്കുന്നതായി തോന്നും. അങ്ങനെയല്ലേ കാണുന്നത്. നാം അതിൻ്റെ മേലെ വെള്ളം ചുരുങ്ങിയാൽ ഇഹ്തസ്സത്, ഒരു ഹയാത്ത് വന്ന് അത് വളർന്നു, അതിൽ നിന്നെന്താക്കും, വർണ്ണപ്പെട്ടുള്ള തോട്ടങ്ങളും ഉൽപ്പന്നങ്ങളും ഉണ്ടായിത്തീരും. ആ ആയത്തിൽ പറഞ്ഞത് മുസ്തവിയായ ഭൂമിയായാലാണ്. അപ്പോൾ നമ്മൾ ചുരുക്കത്തിൽ കമസലി ജന്നത്തിൻ ബി റബുവത്തിൻ എന്ന് പറഞ്ഞാൽ മുസ്തവിയായ നല്ല ഭൂമിയിലായിരിക്കുക, നന്ന കൊണ്ടുപോകാൻ പാടില്ല. ഫൈനൽ മുറാദ മിൻ റബ്ബിഹാ മാ ദുകിറ, ഇത് വറബത് എന്ന് പറഞ്ഞില്ലേ, ഇഹ്തസ്സത്ത് വറബത്, റബായ റുബുവിൻ്റെ എന്താണ് വഹദാൻ മുഅന്നസ് റബത്, ആ മുറാദ് മാ ദുകിറ ഈ പറഞ്ഞതാണ്. എന്നിട്ടോ അസാബഹ വാബിലുൻ, നമ്മളെ പറയുന്ന തോട്ടത്തിലേക്ക് മടങ്ങാം, അവിടെ നല്ല ശക്തമായ മഴ കിട്ടി.
വസല ഇലൈഹ മതറുൻ കബീറുൽ ഖദ്രി ശദീദുൽ വഖി, വീണ നല്ല കനമുള്ള തുള്ളികളുള്ള വെറുതുള്ളി കുരുകുടം എന്ന് പറഞ്ഞ മാതിരിയുള്ള മഴയാകണം അടുത്തേക്ക് ചേർന്ന്. ഫആതത്, അപ്പോൾ അത് നൽകി. ആയത്തത്ത് അഹിലഹ, അതിനെ കൂട്ടുന്ന ആത്തത്ത് എന്ന് പറയുമ്പോൾ രണ്ട് മഫ്ഊൽ വേണം. വാതൽ മാല അലാ ഹുബ്ബിഹി ദബിൽ ഖുർബ, ആത്താക്ക് എത്ര മഫ്ഊൽ വേണം? രണ്ട് മഫ്ഊൽ വേണം. ആത്തത്ത് എന്ന് പറഞ്ഞാൽ ആയത്തത്ത് അഹിലഹ, അത് രണ്ടാം മഫ്ഊൽ കൂട്ടിയതാ, അല്ല ഒന്നാം മഫ്ഊൽ. ഉക്കുലഹ രണ്ടാം മഫ്ഊൽ. ഒരു ദാത്തും ഒരു സാധനം വന്നാൽ ഒന്നാം മഫ്ഊൽ ഏതായിരിക്കണം? ദാത്തിനെ വന്നിരിക്കണം. ആയത്തയ്തു സൈദൻ ദിർഹമൻ എന്ന് പറഞ്ഞാൽ സൈദ് ഒന്നാം മഫ്ഊൽ, ദാത്തായി. ഉക്കുലഹ ഐ സമറത്തഹ വഗുല്ലത്തഹ, അതിൽ നിന്നുണ്ടാകുന്ന സമറത്തും അതിൻ്റെ വരുമാനങ്ങളും. ഈ ഉക്കുൽ എന്നുള്ളത് ബി ലമ്മത്തൈനി, രണ്ട് ലമ്മ വയ്ക്കുക. ഉക്കൂൻ അശൈഉൽ മഅ്കൂൽ, തിന്നപ്പെടുന്ന വസ്തുവിനാ പറയുന്നത്. അക്കിൽ എന്ന് പറഞ്ഞാൽ തിന്നൽ, മറ്റേതോ തിന്നപ്പെടുന്ന വസ്തു. വദൂ എന്ന് പറഞ്ഞ മാതിരി. വയജൂസു അൻ യകൂന അതത്ത്, അതത്ത് എന്നുള്ളത് ആതത്ത് എന്നുള്ളത് ബിമാന അഖ്റജത്ത് എന്നാകുമ്പം ഫയതഅദ്ദ ഇലാ മഫ്ഊലിൻ വാഹിദ്, ഒറ്റ മഫ്ഊലേ കൊണ്ടു. അതേതാ? ഉക്കുലുഹ. ആതത്ത് ഉക്കുലഹ, അപ്പോൾ ഒറ്റ മഫ്ഊൽ മതിയാക്കി. ഇത് രണ്ട് മഫ്ഊൽ വെച്ചുകൊണ്ടാണ് മൂപ്പർ അഹ്ലഹ എന്ന് കൂട്ടിയത്. ളിഅഫൈനി, രണ്ട് ളിഅഫ് കൊടുത്തു എന്ന് പറയുന്നത്, രണ്ട് ളിഅഫ്. അപ്പോൾ ആ മിസ്ലൈ, അത് അമ്മീസിലൈ മാ കാനത് തുസ്മിറു ഫീ സായിരിൽ ഔഖാത്ത്, മറ്റുള്ള വഖത്തുകളിൽ ഉണ്ടാകുന്നതിനേക്കാൾ അതിൻ്റെ രണ്ട് മിസ്ലി. അപ്പം എത്രയായി? 100%. 50 കിട്ടുമെങ്കിൽ അതിൻ്റെ രണ്ട് മിസ്ലത്തിനും 100ആയി. വദാലിക ബിസബബി മാ അസാബഹ മിനൽ വാബിൽ, ഭൂമി നന്നാവുകയും ചെയ്തു, കാറ്റും നന്നായി, നല്ല മഴയും കിട്ടിയില്ലേ. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന ഹമലത് ഫീ സനത്തിൻ മിൻ അദി മാ യഹ്മിലു ഗൈറുഹാ ഫീ സനതൈനി. അതിന് ഉദാഹരണം, നമ്മളെ മിസാലിൽ പറഞ്ഞ തോട്ടം കായ്ച്ച് എത്ര, മറ്റുള്ള തോട്ടങ്ങൾ 2 കൊല്ലം കൊണ്ട് കായ്ക്കുന്നത് ഇവിടെ 1 കൊല്ലം കൊണ്ട് കായ്ച്ചു. അതിനാണ് ഇബ്നു അബ്ബാസ് തങ്ങളുടെ തഫ്സീർ. അപ്പം വൽ മുറാദു ബിൽ ളിഅഫ് കൊണ്ട് ഉദ്ദേശം എന്തായി? മിസില്. അതിൽ 100% എന്ന് പറയില്ലേ. 100 റുപ്യ മുതലുള്ള സാധനം 200 വിറ്റാൽ എന്തായി? 100% അല്ലേ കൂട്ടുന്നത്. കമാ ഉരീദ ബിസ്സൗജി, ഇതിൽ മിൻ കുല്ലിൻ സൗജൈനി ഇസ്നൈനി എന്നൊരു ആയത്ത് വരുന്നുണ്ട്. കപ്പലിൽ കയറ്റുന്ന രംഗം, നൂഹ് അലൈഹിസ്സലാമിൻ്റെ കപ്പലിൽ കയറ്റുന്ന സ്ഥലത്ത് വസ്ലുഖുഹ മിൻ കുല്ലിൻ സൗജൈനി ഇസ്നൈനി, ഓരോ, അപ്പോൾ ഓരോ ഒന്നിൽ നിന്നുള്ള സൗജൈനി എടുക്കാനാണ് പറഞ്ഞത്. അതാണ് കമാ ഉരീദ ബിസ്സൗജി അൽ വാഹിദു, വാഹിദ് ഉദ്ദേശിച്ചു. ഫീ ഖൗലിഹി തആല മിൻ കുല്ലിൻ സൗജൈനി ഇസ്നൈനി. അപ്പോൾ ഒരു പശുവിനെടുത്താൽ ഒരു പശുവിൻ്റെ ആണ് ഒരു പെണ്ണ്, ആട്ടിനെടുത്താൽ ഒരാണ് ഒരു പെണ്ണ്. വമൻ ഫസ്സറഹു ബി അർബഅത്തി അംസാലിൻ, കണ്ടാ ചിലരെന്താക്കി എനിക്ക് 40 അംസാൽ എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ 400%. ആയി ബി അർബഅത്തി മാ കാന തുസ്മിറു ഹംലൽ ളുഅഫി, അതെ അല്ല ഹമലൽ ളുഅഫ. ആ ളിഅഫനി എന്ന് പറഞ്ഞാൽ ചുമത്തി അല്ല അസ്ലി മാനാഹു, അസ്ൽ മാനാൻ്റെ മേലെ. എന്താ അസ്ൽ മാന? മിസൽ ഷൈഇ, രണ്ട് മിസലി. ഫയകൂന ളിഅഫൈനി 40 അംസാലിൻ, അപ്പോൾ 2 ളിഅഫ് എന്ന് പറഞ്ഞാൽ 4 മിസലായി. അതാ വമനിൻ്റെ ഖബറാണ് ഇത്, ഹമലൽ ളുഅഫ. മനസ്സിലായില്ല? ഇനി പറയട്ടെ, ശക്തമായ മഴ കിട്ടിയിട്ടില്ല എന്ന് വെക്കാം. ഫൈലം യുസ്ബഹ വാബിൽ, ഇനി വാബിൽ കിട്ടുന്നില്ലേ ഫത്തലും, ചാറ്റലുമായി ആയാലും മതി. എന്താക്കും? ചാറ്റൽ മഴ പെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എന്താക്കും? ഭൂമി കുടിച്ച് നല്ല തണുപ്പ് കിട്ടും. അതാ ഫത്തലുൻ വഹുവൽ മതറു സഗീറുൽ ഖത്ർ, സഗീറുൽ ഖത്റായ മഴ. യക്ഫീഹ, അതിന് മതിയാകും. എന്തുകൊണ്ടല്ലേ? ജൗദത്തിഹ വകറമി മംബിതിഹ, അത് മുളക്കുന്ന സ്ഥലവും നല്ല കരീമായിട്ടുണ്ട്, ഈ ചെടിയും നന്നായിട്ടുണ്ട്. ലത്താഫത്തി ഹവാഇഹ, ഹവാ ലത്തീഫും ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇടക്കിടക്ക് കുറേശ്ശം മഴ, കുത്തി ഒഴുകുന്ന മഴ വേണമെന്നില്ല. അതെ, ചാറ്റൽ ചില കൃഷികൾക്ക് ഭൂമി നല്ലോണം കുടിക്കും. എന്നാൽ അവിടെ തിരക്കായത് കൊണ്ട് പള്ളിയുടെ പുറത്തുനിന്ന് അപ്പുറത്ത് നിൽക്കിച്ചിട്ട് പോകുമ്പോൾ ഒരു പോലീസ് പറഞ്ഞ് അത് റോദത്തും വ്യത്യാസം ചെല്ലാൻ സാധാരണ പള്ളിയാണ്. ഞാൻ പറഞ്ഞു ഫൈനിലും യുസ്ബാബിലും പത്തല്ലും. അപ്പോൾ നമ്മൾ ജാതക്ക് എന്നപ്പോൾ ആ മുത്തം പോലെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്.
ഞാൻ വിചാരിച്ചിരിക്കും തല്ലുകാരാണെന്നുള്ളിന്ന്. അവിടെ കയറിയിട്ട് സ്കരിച്ച് ഉള്ളിൽ കയറുന്നു. അതാ പൈല വിശ്വ ബാബിലും പത്തല്ല അയാൾക്കല്ല ഇഷ്ടപ്പെട്ട പറച്ചില്. പക്ഷെ മുകളിലല്ലേ, മുകളിലാകുമ്പോൾ കുറേ ഒഴുകിപ്പോകുമല്ല. അതാ വത്തല്ലു ഇതാ ദാമ മാ ദാമ അമിലൽ വാബില. കണ്ടോ, പല്ല് എന്നുള്ള എന്താകും, ദായ്മയായി കിട്ടാൻ വാബിലിൻ്റെ ഹുക്മിൽ വരും. ഇനി ഫഇല്ലം യുസിബഹ വാബിലുൻ ഫതല്ലുൻ എന്ന് പറഞ്ഞാൽ നക്കിറ കൊണ്ട് മുബ്തദയായി എന്നാണ് ഒരു പ്രശ്നം വരുന്നത്. നക്കിറ മുബ്തദയാകാൻ പാടില്ല എന്ന് ന്യായമുണ്ട്. പക്ഷേ അതിന് കുറേ കാരണങ്ങൾ ഒത്താൽ എന്താക്കാൻ പറ്റും. അതാണ് വജാസൽ ഇബ്തിദാഉ ബിൻ നക്കിറ, നക്കിറ കൊണ്ട് മുബ്തദയാക്കൽ ജായിസലി ബുഖൂഇഹാ ഫി ജവാബി ശർത്തി. ഏതാ ഷർത്ത് ഏതാണ്? ഫഇല്ലം യുസിബഹ, എന്നിട്ടോ ഫതല്ലുൻ വഹുവ മിൻ ജുംലത്തുൽ മുസബ്ബിഹാത്തിൽ ഇബ്തിദാ ബിൻ നക്കിറ. നക്കിറ കൊണ്ട് തുടങ്ങാൻ ജായിസാക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് ഇത് ഈ ജവാബ് ഷർത്തിൽ വരിക. അതുപോലെ ഖബർ മുന്തുക. പല കണ്ടില്ലേ, റജുലും ഫിദ്ദാരി എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഫിദ്ദാരി റജുൽ എന്ന് പറഞ്ഞാൽ ഈ ഖബർ മുന്തി എന്നാ പറ്റുന്നല്ലേ. ഇസ്തിഫാമിന് അക്ഷരം വരിക, ആ ബഷറും യഹൂദൂനന. വമിൻ കലാമിഹിം ഇൻ ദഹബ ഐറും ഫഐറും ഫിർരിബാത്തി എന്ന അറബികൾ പറയാറുണ്ട്. ഒരു ഐറ് പോയി, അതായത് കച്ചവട സംഘത്തിന്. അപ്പം റിബാത്തിൽ വേറെ ഐറുണ്ട്. ഒരു ഐറ് പോയെങ്കിൽ നമുക്ക് പകരം വെക്കാൻ റിബാത്തിൽ വേറെ ഐറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഫഐറുൻ എന്നുള്ളത് എന്തായി, നക്കിറ മുബ്തദയായി. അപ്പം ഇൻ ദഹബാന്റെ ഷർത്തിന്റെ ജവാബായതുകൊണ്ടാണ് ഫഐറും ഫിർരിബാ, അതല്ല ഫൽ ഐറു എന്ന് വരേണ്ടി വരും. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങാം. വൽ മഅന, ആയത്തിൻ്റെ മഅന എന്താ? തശ്ബീഹു. കുറച്ച് നീണ്ട ഇബാറത്താണ്, നിങ്ങൾ അതിൻ്റെ താലൂക്ക് മനസ്സിലാക്കി വെക്കണം. തശ്ബീഹു നഫഖാതി ഹൗലാഇൽ ലദീന യുൻഫിഖൂന. അതാ മുമ്പ് പറഞ്ഞ ഏത് ഇബ്തിഗാ മർളാത്തില്ലാഹി കരുതി നഫ്സിൻ്റെ ദുസ്വഭാവമാകുന്ന ബുഖ്ല് കളയാനും മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് എന്താക്കണം, ആത്മാർത്ഥമായിട്ട്, ആത്മാർത്ഥം എന്നല്ലേ പറയുന്നത്, ആത്മാവിനെ പൊഴിച്ചു കൊടുക്കില്ലേ, ആ രൂപത്തിൽ കൊടുക്കുന്നു. അതാ ബി സബബി മാ യഹ്മിലുഹും അലൈഹി മിനൽ ഇബ്തിഗാഇ വത്തസ്ബീതി സാകിയതൻ ഇൻദല്ലാഹ്. അതാ അവരെ എന്താക്കി പ്രേരിപ്പിച്ച ഒന്ന് കാരണത്താൽ അവർ ചെലവാക്കുന്നു. എന്താ പ്രേരിപ്പിച്ചത്? ഒന്ന് ഇബ്തിഗാ മർളാത്തില്ലാഹി, രണ്ട് വത്തസ്ബീത്. തസ്ബീത്തിന് രണ്ടർത്ഥം കൊടുത്തിട്ടുണ്ട്, രണ്ടും വെച്ചോ. സാകിയതൻ, അത് സാകിയത്താ ഇൻദല്ലാഹി. എങ്ങനത്തെ സാക്കിയത്? ലാ തളീഉ ബിഹാലിൻ, ഒരു കാരണത്താലും നഷ്ടപ്പെടാത്ത രീതിയിലായി. വൈൻഖാനത്തിൽ നഫഖാത്തു, ആ നഫഖാത്ത് തതഫാവതു ഫീ സകാഇഹ, സകായിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം, എന്നാലും വളർമയുള്ള സക്കാത്ത് തന്നെ, നഫഖാത്ത് തന്നെ. ബി ഹസ്ബി തഫാവതി മാ യൻളമ്മു ഇലൈഹാ മിൻ അഹ്വാലിഹിം, അവരുടെ അഹ്വാലിനാൽ ആ നഫഖാത്തിലേക്ക് ചേരുന്ന ഒന്നിൻ്റെ ഏറ്റക്കുറച്ചനുസരിച്ച് എന്താക്കും. മുമ്പ് പറഞ്ഞില്ലേ, ആവശ്യമനുസരിച്ചിട്ടും സമയം അനുസരിച്ചിട്ട് സമാനനുസരിച്ച് മക്കാനനുസരിച്ചിട്ട് സവാബ് കൂടുമെന്ന് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം മക്കയിൽ വെച്ച് ചെയ്ത ഹറമിൽ വെച്ച് ചെയ്താലുണ്ടാകുന്ന ഒരമലും പരയിൽ വെച്ച് ചെയ്താലുണ്ടാകുന്നതും വ്യത്യാസമുണ്ട്. എനിക്ക് കടക്കണ മടിയനാന്ന്, നോ മടിയല്ല ഇന്ന്, മടി അപ്പതലാന്ന്. അത് നമുക്ക് തിരിയോ, തിരിഞ്ഞാൾ തിരിയെന്ന് പറഞ്ഞാലും തിരിയാത്ത ആൾ സത്യം ചെയ്ത് തിരിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ മോന്തോക്കാൻ തിരിഞ്ഞിട്ടില്ലെന്ന്. എനിക്ക് പഠിപ്പിച്ച് കുറേ ശീലമുണ്ട്. 6000 ചട്ടി കൊടുക്കാൻ മുതൽ പഠിച്ചിട്ട് മുത്തവൽ ക്ലാസ് വരെ ഞാൻ ക്ലാസ് എടുത്ത്, വലിയ പണ്ഡിതന്മാർക്കും ക്ലാസ് എടുത്ത്, ഒന്നും തിരിയാത്ത അക്ഷരം അറിയാത്ത നാടന്മാർക്കും ക്ലാസ് എടുത്ത്, എല്ലാം തിരിയും. തിരിഞ്ഞെന്ന് പറഞ്ഞാൽ അവർ ചോദിച്ചതിന് പറഞ്ഞു ഞാൻ പയ്യെ പറയില്ലേ, ഞാൻ തിരിഞ്ഞെന്ന് പറഞ്ഞു. രണ്ടെന്താ കാര്യം? അപ്പം അഹ്വാൽ ഏതാണ്? വലിയ മുത്തക്കിയായ ഒരാൾ ചെയ്ത്, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അമൽ ചെയ്താലും നമ്മൾ അമൽ ചെയ്താലും ചെയ്ത അമൽ ഒന്നാണെങ്കിലും അഹ്വാൽ വ്യത്യാസം വന്നു. മക്കയിൽ വെച്ചിട്ട് ഒരാളെന്താക്കി ഒരു അമൽ ചെയ്താലും നമ്മൾ ഇന്ന് ചെയ്താലും വ്യത്യാസം വന്നു അല്ലേ. വളരെ കഷ്ടകാലത്തുള്ള ഒരു അവസരത്തിൽ ഒരാൾ ഉപകാരം ചെയ്താൽ അവിടെ എന്തുണ്ടാകും? കിട്ടും.
ഇനി ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത സാഹചര്യത്തിൽ ഒരാൾക്ക് കൊടുത്ത് ഇപ്പം ആരെങ്കിലും നിങ്ങൾക്ക് ചില്ലറ സഹായം കിട്ടുന്നുണ്ട്, അവിടെ എന്താക്കും കിട്ടും. അപ്പം ഇതെല്ലാം കൂടിച്ചേരുന്ന അവസരത്തിൽ തത്തഫാവത്വം ആണെങ്കിലും ഇവരെ നീയത്തുണ്ടല്ലോ, മാ ബി സബബിമായ ഹമിലുഹും അലൈഹി, അവരെ പ്രേരിപ്പിച്ച കാര്യം എന്താ, തസ്ബീത്ത്, അത് രണ്ടുകൊണ്ട് തന്നെ എന്താ അതിന്റെ മൊരട് ക്ലിയർ ആയിട്ടുണ്ട്. അതുപോലെ അതിനാണ് മറ്റേ രണ്ടാമത്തെ അർത്ഥം, സിദ്ഖിന്റെ കേന്ദ്രത്തിൽ നിന്ന് ഉടലെടുക്കുന്ന തസ്ബീത്ത്, വൽ ഇഖ്ലാസ്, ഇഖ്ലാസ് ഇലൈഹ, അതിലേക്ക്, അത് തശ്ബീഹാക്കൽ. ഏത് തശ്ബീഹുവിന്റെ ബാക്കിയാണ് ഇപ്പുറം പറയാവുന്നതാ. ബി സമറത്തിൽ അടുത്ത് ബി ഹാലി ജന്നത്തിൻ നാമിയത്തിൽ നോടിയിട്ടില്ല. തശ്ബീഹു എന്ന് തുടങ്ങി വൽമാന തശ്ബീഹു, അതിനൊരു കുളത്ത് വേണ്ടേ. നഫഖാത്തി ഹൗലാഇല്ലദീന യുൻഫിഖൂന തഅല്ലുഖാന ബിസബബി, ചെലവാക്കുന്ന അവർ ഉള്ളിൽ നിന്ന് പ്രേരിപ്പിച്ച രണ്ട് വസ്തുണ്ട്. അതെന്താക്കി അള്ളാഹിന്റെ അടുക്കൽ ആ അമലിനെ വലിയ സാക്കിയത്താക്കി മാറ്റി. അതിനോട് കൂടിച്ചേരുന്ന മറ്റ് അഹ്വാലുകളും സാഹചര്യങ്ങളും എന്താകും, ഏറ്റക്കുറച്ചിൽ ഉണ്ടാക്കിയാൽ ഫീനഫ്സിൽ എന്ത് തന്നെയാണ് പവറുണ്ട്. അത് ബിഹാലി ജന്നത്തിൻ നാമിയത്തിൻ സാക്കിയത്തിൻ, നല്ല വളർച്ചയുള്ള ഒരു ജന്നത്തിനോട്, തോട്ടത്തിനോട് ഹാലാണ് തശ്ബീഹാക്കിയത്. എന്ത് വിഷയത്തിലാണ് തോട്ടം? ബി സബബിർ റബുവത്തി, മുളക്കുന്ന സനദ റബുവത്താണ്. അതിൽ പെയ്ത മഴയത വൽ വാബിലാണ്. അല്ല ഫൈലം യസിബഹ വാബിലും ഫത്തല്ലുന്നാണ് അവിത്തല്ലു എന്ന് പറഞ്ഞത് അല്ലേ. എന്നാൽ രണ്ടിലെന്താ ഉള്ളത്? വൽ ജാമിഉ, ജാമിയതാണ് വജുഹുശബഹ് അന്നമു വൽ മുറത്തബു അല സബബിൽ മുഅദ്ദി ഇലൈഹി. അന്നമു വളർച്ച, എന്തുമതി അൽ മുറത്തബ്, ആ വളർച്ച എന്തിനാലുണ്ടായി? അല സബബിൽ മുഅദ്ദി ഇലൈഹി, ആ നമുബിലേക്ക് ചേർക്കുന്ന സബബ് എന്താണോ അതിൻ്റെ മേലെ. അപ്പോൾ ഒന്നാമത്തേൽ എന്തുണ്ടായിട്ടുണ്ട്? ഇബ്തിഗാഉ മർളാത്തില്ലാഹി ഉണ്ട്, തസ്ബീത്തും മിൻ അൻഫുസിഹി ഉണ്ട്. രണ്ടാമത്തേൽ എന്തുണ്ട്? നല്ല ഭൂമിയുമായി പെയ്ത മഴ, നല്ല കണ്ടീഷൻ ആയിട്ടുണ്ട്. ഓടിയിട്ടില്ലെങ്കിൽ പറയണം. വയജൂസു, ഇനി പറയാൻ പോകുന്നത് മറ്റൊരു തസ്ബീഹാണ്. എന്താണ്? അത് വളരെ എളുപ്പമുണ്ട്. അയ്യക്കൂന തശ്ബീഹ് മിൻ ഖബീലിൽ മുഫറഖ്, അതായത് ഇപ്പം മൊത്തത്തിലുള്ളതിനെ മൊത്തത്തിനോട് ആ തശ്ബീഹാക്കിയത് ഒരു സെറ്റ്. അതിലിപ്പോൾ ഓരോ ജുസ് എടുത്തിട്ട് ഓരോ തശ്ബീഹാക്കുക, അങ്ങനെ ആക്കാനും കഴിയുന്നവർ. ഇപ്പം ദുന്യാബിനെ തശ്ബീഹാക്കിയില്ലേ, ഒദരിബുലഹും മസലൽ ഹയാത്തി ദുന്യ കമായി നൻസൽനാ മിനസ് സമാഇ ഫഖ്തലത ബിഹി നബാതുൽ അർളി ഫസ്മഹ ഹശീമൻ തദ്റൂഹു റിയാഹ്. ഇഹലോക ജീവിതം എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് പുല്ലെല്ലാം മുളച്ച്, പിന്നെ വെയിൽ തട്ടിയപ്പം എല്ലാം ഉണങ്ങി, ഇന്നലെ വരെ തെരിച്ചായി. അത് മൊത്തത്തിലുള്ള ഇത് ഓരോന്നിനും എടുക്കും. അതാണ് ഇപ്പം പറഞ്ഞത്. അതെങ്ങനെയാ? അവർക്ക് അള്ളാഹിനടുക്കലുള്ള അടുപ്പസ്ഥാനം ഉണ്ടല്ലോ, സാമീപ്യം, അതിനും അള്ളാഹിനടുക്കലുള്ള അവരുടെ ഹുസ്നുൽ ഹാലിനെയും തശ്ബീഹാക്കുക. ബി സമറത്തിൽ ജന്നത്തി, നമ്മുടെ തോട്ടത്തിലുള്ള പഴത്തിനോട് തശ്ബീഹാക്കുക. അതിന് ഓരോ അഫ്രാദ് എടുത്തിട്ട്. വജുഹു ശബഹ് എന്താണ്? അസിയാദ, സിയാദത്ത്. ഈ തോട്ടത്തിലുള്ള സിയാദത്ത് മറ്റവർക്ക് കിട്ടുന്ന എല്ലാം അവർക്ക് കിട്ടുന്ന സവാബിലുണ്ട് സിയാദത്ത്. എന്നിട്ടോ വൈശബ്ബഹു നഫഖത്തുഹുൽ കസീറ വൽ ഖലീല, കൂടിയ നഫക്ക, അതേതാണ്? വാബില് എന്ന് പറഞ്ഞത് വലിയ കൂടിയത്, ഖല്ല് എന്ന് പറഞ്ഞാൽ കുറഞ്ഞത്. അതാ ബിൽ ഖവിയ്യി മിനൽ മതരി വൽ ലഈഫി മിൻഹു, അതാ. അപ്പൊ കസീറത്ത് എന്തിനോട്? ബിൽ ഖബീനോട്. പിന്നെ ഖലീലത്തോ വൽ ലഈഫി മിൻഹിനോട് തശ്ബീഹ്, ലഫ്ൻ അശ്റ മുറത്തബായി. മിൻ ഹൈസു അന്ന കുല്ല വാഹിദിൻ മിൻഹുമാ സബബു സിയാദത്തി ഫിൽ ജുംല, ഫിൽ ജുംല, അതായത് ഖലീലിന് ഖലീലായ സിയാദത്തായിരിക്കും ഉണ്ടാകുക, കസീലിന് കസീലായ സിയാദത്തായിരിക്കും. അതാ ഫിൽ ജുംല. ഫിൽ ജുംല എന്താ പറയുക? സിയാദത്തുണ്ട്. അതുകൊണ്ടല്ലേ അന്നൻ നഫഖത്തൈനി തസീദാനി, രണ്ട് നഫഖയും, ഇത് കസീറായാലും ശരി ഖലീലായാലും ശരി, അത് വർദ്ധിപ്പിക്കും ഹുസ്ന ഹാലിഹിം, അവർ ഹാലിൻ്റെ മെച്ചത്തിനെ. ഇതുപോലെ കമ അന്നൽ മതറൈനി യസീദാനി സമറത്തൽ ജന്ന, ഇവിടെ സ്വർഗമല്ലേ ആ തോട്ടം, ആ തോട്ടത്തിലുള്ള പഴങ്ങളെ വലിയ മഴയും എന്താക്കും? വർദ്ധിപ്പിക്കും. ചെറിയ മഴ നിത്യേന കിട്ടിക്കൊണ്ടിരുന്നാലും എന്താക്കും? വർദ്ധിപ്പിക്കും. അതെ.
അപ്പോൾ രണ്ടു തരം തശ്ബീഹാക്കി. ഒന്ന് മൊത്തത്തിലുള്ള മൊട്ടത്തിനോട്, മറ്റൊന്ന് ഓരോന്നെടുത്തിട്ട്. വല്ലാഹു ബിമാ തഅമലൂന ബസീർ മിൻ അമലിൽ ഇഖ്ലാസി വദ്ദിയാഇ. ഇഖ്ലാസിൻ്റെ അമലാണോ അല്ല റിയാഇൻ്റെ അമലാണോ എന്തോ എല്ലാം ലാ യഖ്ഫാ അലൈഹി ഷൈഉൻ, അല്ലാഹു തആലക്കൊന്നും മറഞ്ഞതല്ല. അപ്പം എന്താക്കും വഹുവ ഈ വല്ലാഹു ബിമാ തഅമലൂന ബസീർ എന്നുണ്ട്, വഅദുണ്ട് വഈദുണ്ട് എന്ന് പറയും. റിയാ ഉണ്ടെങ്കിൽ അതും അല്ലാഹ് കാണും, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അതും അല്ലാഹ് കാണും. അപ്പം റിയാകാർക്ക് പേടിപ്പിക്കലായി, അല്ലാഹ് കാണുന്നുണ്ടേന്ന്. മറ്റവർക്കോ പ്രേരിപ്പിക്കാനുള്ള തർഗീബ് വന്നു. അപ്പോൾ തർഗീബും ഫിൽ ഇഖ്ലാസി മഅ തഹ്ദീരിൻ അനി റിയാഇ വനഹ്വിഹി, തർഗീബുമുണ്ട് തഹ്ദീറുമുണ്ട്. അതുകൊണ്ട് ഫഅലൽ ആഖിലി അൻ യഅബുദല്ലാഹ അലൽ ഇഖ്ലാസ്, ഇഖ്ലാസോടുകൂടി അമൽ ചെയ്യുക. വയകൂന ദായിമൻ ഫി റജാഇൽ ഖലാസ് അനി താഗൂത്തിൽ ഖഫിയ്യി, ഖഫിയായ താഗൂത്തുണ്ട്. ഏതാണ്? റിയാ. വഹുവ ശിർക്കുൽ ഖഫിയ്യു, അതിൽ പെട്ടുപോകലിനെ തൊട്ട് രക്ഷപ്പെടാനുള്ള പരിപാടി. ഫഇന്നൽ ഖലാസ യുബ്തനാലൽ ഇഖ്ലാസ്, ഖലാസ് എന്നുള്ളത് ഇഖ്ലാസിൻ്റെ കൊണ്ടാണ് എടുക്കപ്പെടുക. അപ്പോൾ രണ്ടിനുണ്ട്. മുമ്പ് പറഞ്ഞല്ലോ അല്ലാഹ് അറിയുമെന്ന് പറഞ്ഞാൽ അമൽ ചെയ്യുന്നാക്കും പ്രേരണയായി രണ്ടിനുണ്ടാവും. ഇത് കുടിക്കണ്ട, അതിന് കൊടുക്കണോ, അപ്പുറം വെള്ളം ഉണ്ടാവുമല്ല. നമസ്കാരം. ആ ചെറിയ ഫ്ലാസ്കിലുണ്ടാവും ചൂടുവെള്ളം, തണുത്ത വെള്ളം. വെള്ളം ഇത് പോരാലോ, കുറച്ചുകൂടെ കൊടുക്കണം. എല്ലാവരും കുടിക്കട്ടെ. കൂടെ പോട്ട്. അതിന് മറ്റൊരു ഉദാഹരണമാണ് പറയുന്നത്. ഒരാളവസ്ഥ, ആ അവസ്ഥ പോലെ നിങ്ങൾക്കാവണമെന്ന് ആഗ്രഹിക്കുമോ എന്നാണ്. ഒരാളുടെ ഒരു ദുരവസ്ഥ എടുത്തു പറയും, എന്നിട്ട് ആ അവസ്ഥ പോലെ നിങ്ങൾക്ക് പറ്റിൽ നിങ്ങൾക്ക് തൃപ്തികരമാണോ. അപ്പം എല്ലാ ബുദ്ധിജീവികളും പറയും അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്കല്ലേ. അയബദ്ദു അഹദുക്കും അൻ തകൂന ലഹു ജന്നത്തും മിൻ നഖീലിൻ വഅഅനാബ്. ഈത്തപ്പനയാലും അഅനാബിനാലും മുന്തിരിങ്ങയാലും നല്ല ഉഷാറായിട്ടുള്ള ഒരു തോട്ടം ഒരാൾക്കുണ്ട്. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിൻ്റെ താഴ്ഭാഗത്തിൽ കൂടി അൻഹാർ ഓതുണ്ട്, അപ്പം നല്ല വെള്ളവുമുണ്ട്. ലഹു ഫിഹാ മിൻ കുല്ലി സമറാത്ത്, എല്ലാ പഴങ്ങളും ഉണ്ട്. പക്ഷെ ആയത്തിൽ ആദ്യം പറഞ്ഞത് നഖീലും അനാബുണ്ടെന്നാണ്, പിന്നെ ഇപ്പുറം പറയുമ്പോൾ എല്ലാ പഴവും ഉണ്ടെന്നാണ്. അപ്പം രണ്ടിനേക്കണ കൂടിയില്ലേ? ആലോചിച്ചിട്ടില്ല. ആദ്യം പറഞ്ഞത് തോട്ടം ജന്നത്തിനാലും നഖീലിനാലും അനാബിനാലുള്ള തോട്ടം, അപ്പം രണ്ടേ ഉള്ളൂ. അടുത്ത് പറയുന്നത് ലഹു ഫിഹാ മിൻ കുല്ലി സമറാത്ത്, എല്ലാ പഴവും ഉണ്ടെന്ന്. അപ്പോൾ ചക്കയുണ്ട്, മാങ്ങയുണ്ട്, തേങ്ങയുണ്ട്, എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ പരസ്പര വൈരുദ്ധ്യം വന്നില്ലേ? അത് പറയാം. എന്നിട്ടോ
അസ്വാബഹുൽ കിബറു, ഈ മുതലാളിക്കെന്നെങ്കിലോ വാർദ്ധക്യം ബാധിച്ച് തോട്ടം നോക്കാൻ അയാൾക്ക് പോകാനും വരാനൊന്നും കഴിയൂല. വലഹു ദുർരിയത്തും ദുഅഫാ, പാവപ്പെട്ട ഒന്നും പണിയൊന്നും കഴിയാത്ത മക്കളാണ് ഓർക്കുള്ളത്. ഓർക്ക് പോയിട്ട് പകരം നോക്കാനും ആളില്ല. അപ്പം എന്താ, ഈ തോട്ടം അങ്ങനെ തന്നെ നശിച്ചങ്ങ് പോകും. ഇത് പകരം നിൽക്കാൻ ആൾ വേണ്ടേ? അപ്പം അസ്വാബഹ യസാറ്, തോട്ടത്തിൽ തീക്കാറ്റടിച്ച്. അങ്ങനത്തെ തീക്കാറ്റ് ഫീഹി നാറുൻ, അതിൽ തീയുണ്ടായിരുന്നു. പഹത്തരക്ക് തോട്ടം തേച്ചും കത്തിപ്പോയി. അപ്പോൾ ആ വിഷം കത്തിപ്പോൾ എന്തായി, വയസ്സായിട്ട് അവിടെ കിടക്കലുമായി, സാമ്പത്തികമായി എല്ലാം തകർന്ന്. ഇങ്ങനത്തെ ഒരവസ്ഥ നിങ്ങൾക്ക് വരാൻ ആഗ്രഹിക്കാറുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇല്ല എന്ന് പറയുന്നത് അതൊരു ഉപമയാണ്. പറയട്ടെ, അയവദ്ദു അഹദുക്കും അൽ ഹംസത്തുൽ ലിഇൻകാരിൽ വുഖൂ എന്ന് വെച്ചാൽ ആരും ആഗ്രഹിക്കൂല എന്ന് പറയലാണ്. നല്ലേ, ആഗ്രഹിക്കുമോ? അപ്പൊ നഅം ആഗ്രഹിക്കും, ഇല്ല എന്ന് പറയുന്നില്ല. അങ്ങനെ ഒരാൾ ആഗ്രഹിക്കുമോ? ഇല്ല. ഐ മാ കാന യംബഗി അൻ യവദ്ദ റജുലുൻ മിൻകും, നിങ്ങളിൽപ്പെട്ട ഒരാളും അങ്ങനെ ആഗ്രഹിക്കൽ ഇല്ല എന്നർത്ഥം. എന്ത്? അൻ തകൂന ലഹു, ആ വ്യക്തിക്കുണ്ട്, ജന്നത്തുൻ കായിനത്തുൻ മിൻ നഖീൽ. ഇതിനെ കായിനത്ത് മിന്നിന്റെ താലിൽ കൂട്ടിക്കൊടുത്തത്, മിൻ നഖീലിൻ വഅനാബിൻ. അപ്പൊ വൽ ജന്നത്തു തുത്ലഖു, അപ്പൊ ജന്നത്ത് എന്നുള്ളത് പറയപ്പെടല് അലൽ അഷ്ജാറിൽ മുൽതഫത്തിൽ മുതകാസിഫ, നല്ല തെങ്ങി വളരുന്ന ഇടകി. വഹുവൽ അൻസബു, അതാണ് ബി ഖൗലിഹി തആല തജ്രി മിൻ തഹ്തിഹൽ അൻഹാറിനോട് യോജിക്കുന്നതും. അപ്പം ധാരാളം നഖീലുണ്ട്, ധാരാളം അയനാബുണ്ട്, അതൊക്കെ തിങ്ങിയിട്ടുണ്ട്. മീൻ തഹറ്റിഹ എന്ന് പറഞ്ഞാൽ മീൻ തഹറ്റി അഷ്ജാരിഹ, ഹാന്റെ തമീരടുത്തേക്ക് അഷ്ജാറിന്റെ താഴ്ഭാഗത്തിൽ കൂടി. അപ്പം എല്ലാ ചെടിയുടെയും മരട്ടേക്ക് വെള്ളത്തുന്നുണ്ടെന്നായി. ലഹു, അദ്ദേഹത്തിനുണ്ട്, ഫീഹ തോട്ടത്തിലുണ്ട്, മിൻകുല്ലി സമറാത്ത്, എല്ലാ സമറത്തും ഉണ്ടെന്ന് പറയുമ്പോതാ ലഹു റിസ്ഖുൻ മിൻകുല്ലി സമറാത്ത്, എല്ലാ സമറാത്തിൽ നിന്നുള്ള റിസ്ഖും അദ്ദേഹത്തിനുണ്ട്. അപ്പൊ വലൈസൽ മുറാദു ബി സമറാത്തി, ഈ സമറാത്തിന് ജമ്മാക്കിയില്ലേ, അതുകൊണ്ട് ഉദ്ദേശമല്ല അൽ ഉമൂമു, ഉമൂം ഉദ്ദേശമില്ല. അപ്പൊ എല്ലാ ചക്കയും മാങ്ങിയും തേങ്ങയും കൊമ്പളങ്ങയും എല്ലാം ഉണ്ടെന്നല്ല അതിന് മേല. ബൽ ഇന്നമാഹു തക്സീർ, തക്സീർ മാത്രമാണ്. അപ്പൊ വൈരുദ്ധിയില്ല. അതേപോലെ കമാഫി ഖൗലിഹി തആല വഊതിയത് മിൻ കുല്ലി ഷൈഇൻ, അതിനെപ്പറ്റിയാണ് ബിൽഖീസിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിയത്ത് മന്ത്രി മുസ്ലിമായി ബിൽഖീസില്ലേ കൊട്ടാരം കൊണ്ടുവന്നേ, അവിടെ അവരെ പറ്റി പക്ഷി പറഞ്ഞു കൊടുത്തത് എന്താ, വഊതിയത് മിൻ കുല്ലി ഷൈഇൻ, കുല്ലി ഷൈഇന് കൊടുക്കപ്പെട്ടു. എന്നാൽ ലോകത്തിലെ എല്ലാ പെണ്ണും കിട്ടുന്ന അവിടെ ഉള്ളിടത്തോളം സമൃദ്ധമായിട്ടുണ്ട്. ഓരോന്നിനും കുല്ലിനകത്തില്ലെന്ന്. ഇതുപോലെ വകാന വറാഅഹും മലിക്കുൻ യഖുദു കുല്ല സഫീനത്തിൻ ഗസബ, എല്ലാ കപ്പലിനും പിടിച്ചു വെക്കലുണ്ട്. ആ വഴിക്ക് പോയ കപ്പല് കേടില്ലാത്ത കപ്പലാണ് പിടിക്കില്ല. ഒന്ന് ആ വഴിക്കേക്ക് പോകണം, രണ്ടാമത്തതോ കേടില്ലാത്ത. അതുകൊണ്ടാണ് ഞാൻ തൽക്കാലം കേടാക്കിയത്. അത് ഖദർ അലൈഹിസ്സലാം പറഞ്ഞു. അപ്പൊ കൊല്ലു എന്ന് പറഞ്ഞാൽ എന്തിനാണ്? അതിലേക്കുള്ള മൂന്ന് മാത്രം നോക്കി. അതന്നെ, അത്ര തന്നെ. ഇനി ഫഇൻ ഖുൽത കൈഫ ഖാല ജന്നത്തും മിൻ നഖീലിൻ വഅനാബിൻ എന്ന് പറഞ്ഞു. സുമ്മ ഖാല ലഹു ഫീഹാ മിൻ കുല്ലി സമറാത്തി എന്ന് പറഞ്ഞു. ആദ്യം ഈത്തപ്പഴയും അനാബും എണ്ണി, എൻ്റെ കുല്ലു സമറാത്തെ വയ്യ പറഞ്ഞെന്തിനാണ്? അത് ഖുൽതു അന്നഖീലു വൽ അനാബു ലമ്മാ ഖാന അക്രമ ഷജർ, മരങ്ങളുടെ കൂട്ടത്തിൽ വലിയ ഔദാര്യം ചെയ്യുന്ന മരാന്നത് നഖീലും അനാബും. നല്ല വളവുണ്ടാവും. ഒന്നും വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ വെളിച്ചങ്ങ് ചാടിയാലും എന്താക്കും, കായ്ച്ചോളൂ. നമ്മൾ അറബി കാണുന്ന അങ്ങനെയല്ലേ, കൊത്തിച്ചാടിയാലും പോകുന്നില്ലല്ലോ. അത് ദക്കറഹുമ, അത് രണ്ടിനെയും പറഞ്ഞു തഖലീബൻ ലഹുമ, അതിന് കൂടുതൽ സ്ഥാനം കൊടുത്തിട്ട് അല ഗൈരിഹിമ, മറ്റുള്ളതിനേക്കാണ്. അപ്പോൾ എന്തുണ്ട്, ബിൻകുല്ലി സമറാത്തി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ധാരാളം പലതും ഉണ്ടെന്നാണ്. പലതുണ്ട്. എന്നാ പിന്നെ രണ്ടെണ്ണം എടുത്തു പറഞ്ഞതോ, അതിൽ നിന്ന് മേത്ര എടുത്തു പറഞ്ഞു. പിന്നെ വൽഹാലു അന്നഹു ഖദ് അസ്വാബഹുൽ കിബറു, ആ മുതലാളി ഉണ്ടല്ലോ അദ്ദേഹത്തിന് കിബർ ബാധിച്ച്, കിബറുസ്സിന്നി വയസ്സിന്റെ കിബറാണ്. അല്ലദീ ഹുവ മദിന്നത്തു ശിദ്ദത്തിൽ ഹാജത്തി ഇലാ മനാഫിഇഹാ, ഈ തോട്ടത്തിൽ നിന്നുള്ള മംഫഅത്തുകൾ കിട്ടാൻ വളരെ അത്യാവശ്യമുള്ള സമയമാണ്. ഭക്ഷണത്തിനും ചികിത്സക്കും മറ്റൊക്കെ വലിയ പൈസക്ക് ആവശ്യമുള്ള സമയം.
മക്കളോ വലഹു ദുർരിയത്തും ദുഅഫാക്കളായ മക്കളാണ്. എവിടെയോ നോക്കുന്നതായിട്ട് ഇങ്ങനെ മടി വരുന്നു. എൻ്റെ ദിവസം മടിയില്ല, എനിക്ക് മടിയില്ലല്ലോ, എന്നിട്ടുണ്ട് പറക്ക് പകരം അന്നെ അബുൽ കസലാന്നാ ഞാൻ എന്നെ വിളിക്കല്, സബക്കിനകത്ത് എനിക്ക് മടിയില്ല. അസാബഹുൽ കിബറു വൽ ഹാലു അന്നലഹു ദുർരിയത്തൻ സിഗാറൻ, ചെറിയ മക്കള്, ലാ യഖ്ദിറൂന അലൽ കസ്ബി, അധ്വാനിക്കാനൊന്നും കഴിയൂല, പറക്കം മുറ്റാത്ത കുട്ടികൾ എന്നാ പറയല്. അപ്പോൾ ഉപ്പാക്ക് പൈസ കൊണ്ട് കൊടുക്കാനും കഴിയൂല. തോട്ടമോ ഫാസ്വാബഹ, ആ തോട്ടത്തിന് സംഭവിച്ചു ദിൽക്കൽ ജന്ന ഈസാറുൻ ദീഹുൻ ആസിഫത്തുൻ തസ്തദീറു ഫില്ലർ, ഭൂമിയിൽ എന്താക്കി ഇങ്ങനെ കറങ്ങുന്നതാണ്, ചുഴലിക്കാറ്റ് കറങ്ങിയിട്ട് എന്താക്കുന്നറിയോ, സുമ്മ തൻഅകിസു മിൻഹ സാതിഅത്തുൻ, അതിൽ നിന്ന് തൂണ് പോലെ ഇങ്ങനെ പോകുന്ന ഒരു സാധനം ഉണ്ടാകും. ഇലസ്സമ അലാ ഹയ്യത്തിൽ, തൂണിൻ്റെ കോലത്തിൽ കിട്ടിയ സാധനം എല്ലാം പൊക്കിയെടുക്കും. അപ്പൊക്ക ഫീഹി നാറുൻ, അതിലാണെങ്കിൽ നാറുമുണ്ട്. ഫഹ്തറഖത്, അങ്ങനെ ഫസാറത്ത് ഖറാബൻ, ആ തോട്ടം മുഴുവനും കത്തി. ഫബഖിയ റജുലു മുതഹയ്യിറൻ, ഇയാൾ മുതഹയ്യിറുമായി, സാമ്പത്തികം അങ്ങനെ തകർന്നു, മക്കളാണെങ്കിൽ നയിക്കാൻ അയച്ചുമില്ല, ഇയാൾ വാർദ്ധക്യത്തിൽ കിടപ്പിലായി. ലാ ഖുവ്വത ലഹു അൻ യഗ്രിസ മിസ്ല, എന്നാലും പുതിയൊന്ന് നട്ടം ഉറപ്പിച്ചേക്കാന്ന് വെച്ചാൽ അയാൾക്ക് കഴിയൂല. വലാ ഖൈറ ഫീ ദുർരിയത്തിഹി, മക്കളിൽ ഖൈറില്ല മിനൽ ഇആന, ഉപ്പാനെ സഹായിക്കാൻ. അതുകൊണ്ട് ഇക്കൗനിഹിം ദുഅഫാ ആജിസീന അൻ യുഈനുഹു, അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടി ചെയ്ത. വഹാദ, ഇത് കമാ തറാ, നീ കാണുന്നത് തംസീലുൽ ലിഹാലി മൻ യഫ്അലുൽ അഫ്ആലൽ ഹസന, നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാൾ, അതാണ് ഇത് അയാൾക്ക് തോട്ടമുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ടോ വയലുമ്മു ഇലൈഹ മാ യംബിത്തു, അതിനെ പൊളിക്കുന്ന കാര്യം അതിലേക്ക് വന്നു ചേർന്നു. ഇത് മണ്ണ്, അദാരിയ, കുഫർ മുതലായ, അതാണ് ഇത് തീക്കാറ്റി. കരിയ ഇൻ അല്ലേ, അപ്പോൾ എന്താക്കും, ഇതിൽ ഫിൽ ഹസറത്തി വല്ലസഫ ഒരുഹുശബഹ പറഞ്ഞ ആ മനക്ലേശത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വിഷയത്തിൽ എപ്പോൾ ഇദാ ഖാന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ വന്നു കഴിഞ്ഞാൽ, വഷ്തദ്ദത്ത് ഹാജത്തുഹു ഇലൈഹ, ഇയാൾക്ക് ഈ അമാലിന്റെ സവാബിലേക്ക് ആവശ്യമുണ്ട്, ഏറ്റവും ആവശ്യമല്ല. ഇനി അവിടെ വെച്ച് പുതിയ നടാനും കഴിയില്ല, അവിടെ സവാബ് വാങ്ങലല്ലേ. വാ വജദഹ മുഹീത്തത്തൻ എന്നാണ് ഇബാറത്ത് കാണുന്നെങ്കിലും മുഹിബത്തൻ എന്ന് വായിക്കണം. അവിടെ മുഹീത്തത്ത് നല്ലത്, മുഹീത്തത്തമ്മ ചുറ്റുന്നത്, മുഹിബത്തൻ. അതുകൊണ്ട് നമ്മളെ ചർച്ച എന്താണ്, ഇയാളെ ഒരു പൊളിയിലെ ചർച്ചാ വിഷയം മുഹിബത്തൻ, ഒരു പുള്ളിയും കൊണ്ട് പോട്ടെ. എന്തിനോട് തശ്ബിഹാക്ക, ബിഹാലി മൻ ഹാദാ ശഅനുഹു, നമ്മളെ ഉദാഹരണത്തിൽ പറഞ്ഞ ആ തോട്ടത്തിൻ്റെ ഉടമയുണ്ടല്ലോ അദ്ദേഹത്തിനോട്, അത് മനസ്സിലായ മുഹബത്തന്നെ വേണ്ടി. അതിനർത്ഥം മുസന്നിഫിനെ പഠിപ്പിക്കാൻ വന്നല്ല, ചിലക്ക് അങ്ങനെ തോന്നുന്നതെന്ന്. മുസന്നിഫിനോട് ആരെങ്കിലും പഠിപ്പിക്കല്, അത് എല്ലാം മനസ്സിലായില്ല. വള്ളി വള്ളിക്കും മരം എന്ന് പറയുമല്ല, പിന്നെയോ അമ്പത്തിനാല് ഷജറത്തമ്മി യക്കത്തി എന്ന് പറഞ്ഞാൽ എന്താണ്, ഷജറത്ത് അതിന് ആദം അലൈഹി സ്വലാം തിന്നു എന്ന് പറഞ്ഞ ഷജറത്തെ വലിയ മരമല്ലല്ല, അത് മുന്തിരിങ്ങന്നല്ലേ. നമ്മളെ ഭാഷാർത്ഥത്തിൽ പണ്ട് നമ്മൾ ടീച്ചർ എന്ന് പറഞ്ഞ മതില്ല, ടീച്ചർ എന്ന് പറഞ്ഞാൽ പെണ്ണൊക്കെ പറയും തോന്നിയിട്ടുണ്ട്. ടീച്ചർ എന്ന് പറയുമ്പോൾ തന്നെ തസബ്രാലേത സാരി മാടിയ പെണ്ണുങ്ങളല്ലേ. മൻഹു, ആരാണോ ടീച്ച് ചെയ്യുന്നത് അയാളും ടീച്ചറല്ലേ, സ്വഭാവം കാന ആണനാവും പെണ്ണൻ, എല്ലാവരും ടീച്ചർ തന്നെയല്ലേ. ഇത് അയാളെ പുറത്തുനിന്ന് ഒരാളെ സഹായിക്കാൻ ഷഫിയും ആളൊന്നും ഉണ്ടാവില്ല എന്ന് ഇയാൾ അമല് ചെയ്ത് കുടിച്ചിട്ട് ഞാൻ എൻ്റെ അമല് എനിക്ക് തന്നക്കാന്ന് പറയുന്നു. മുമ്പതില്ലേ ലാ ബൈഉം വലാ ഖുല്ലത്തും വലാ ശഫാഅ മിൻ ഖബലി അൻ യഅതി യൗമൻ ലാ ബൈഉം ഫീഹി വലാ ഖുല്ലത്തും വലാ ശഫാഅ കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാതി ലഅല്ലക്കും തതഫക്കറൂൻ. കദാലിക, മേൽ പറഞ്ഞതുപോലെ, മിസ്ലു ദാലികൽ ബയാനിൽ വാളിഹ്, മുമ്പ് പറഞ്ഞ ബയാൻ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എന്താക്കും, അവൻ്റെ ആയാത്തുകളെ വെളിവാക്കി തരും. ഇതിന് അദ്ദലാലാത്തുൽ വാളിഹ ഫീ തഹഖീഖി തൗഹീദി വ തസ്ദീഖി ദീൻ, ദീൻ സത്യമാണെന്നും തൗഹീദിൻ്റെ തഹഖീഖിൻ്റെ വിഷയത്തിലും അല്ലാഹു തആല ഇതേപോലെ പല ഉദാഹരണങ്ങളിൽ കൂടി തെളിക്കും. ലഅല്ലക്കും തതഫക്കറൂൻ, ഐ കൈ തതഫക്കറൂ ഫീഹാ വതഅതബിറൂ ബിമാ ഫീഹാ മിനൽ ഇബരി, അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളലുണ്ടല്ലോ, അതിൽ ചിന്തിക്കാൻ. വതഅമലൂ ബിമൂജബിഹാ,
അതിൻ്റെ മൂല്യമെന്ന് വെച്ചാൽ അതെന്താണോ നമുക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് അമൽ ചെയ്യാൻ. ഖാലൽ ഇമാമുൽ ഖുശൈരി ഹാദിഹി, ഖുശൈരി നമ്മൾ അറിയുന്നല്ലേ, ആയാത്തുൻ ദക്കറഹല്ലാഹു തആല അലാ ജിഹത്തി ലർബിൽ മസലി ലിൽ മുഖലിസി വൽ മുനാഫിഖ്. മുഖലിസായ ഒരാളെ അതുപോലെ മുനാഫിക്കായ മറ്റൊരു വശം, ഇത് രണ്ടിനും നമുക്ക് എന്താക്കും ലർബുൽ മസലിൽ കൂടി അല്ലാഹു തആല പറഞ്ഞിരുന്ന മിസാലാണ്. വൽ മുൻഫിഖ്, അതാണ് ഇത് വൽ മുൻഫിഖ് ഫീ സബീലില്ലാ, അതായത് മുഖലിസ്. വൽ മുൻഫിഖ് ഫിൽ ബാത്തിൽ, ബാത്തിൽ ചെലവാക്കുന്ന ആൾ ആരാണ്? മുനാഫിഖ്. ഹാഉലായി തസ്കൂ ബി അമാലിഹിം, ഇവരെ മുഖലിസ് എന്താകും? അമൽ കൊണ്ട് വലിയ വർദ്ധനവിലേക്ക് എത്തും. വഹാഉലായി, രണ്ടാമത്തെ ഹാഉലായി ആരാ? മുനാഫിഖ്. ഹബിതത് അമാലുഹും വഖസറത് അംവാലുഹും, എല്ലാം മുതൽ നഷ്ടപ്പെടുകയും ചെയ്തു, അമാലിന്റെ കൂലി കിട്ടാണ്ടും പോയി. വഖുതിമത് ബിസ്സൂഇ അഹ്വാലുഹും, അവർ അഹ്വാലാണെങ്കിലോ സൂ കൊണ്ട് അവസാനിക്കുകയും ചെയ്തു. അത് ഖുശൈരി ഇമാമേത് റിസാലയിലല്ല പറയാം, മൂപ്പർ തഫ്സീലിന്റെ കിതാബിലാണ്. അവർക്ക് പറയാ ഇല്ല റിസാല വിഷയം വേറെ, തഫ്സീർ വേറെ ഉണ്ട്. അതുകൊണ്ട് ഫലാ ബുദ്ദ മിൻ ഇഖ്ലാസിൽ അഅമാൽ, അഅമാലിനെ ഇഖ്ലാസാക്കൽ കൂടാണ്ട് കഴിയില്ല. ഫഇന്ന സമറാത്തി തബ്തനി അലൽ അസ്ൽ, തബ്തന അലൽ അസ്ൽ. സമറാത്ത് അസിലിനെ മുകളിലുണ്ടാക്കുക എന്ന് വെച്ചാൽ അസലേതാ? അസ്ൽ ഇഖ്ലാസ്, അതിനാണ് അമലിന്റെ പ്രതിഫലം നടക്കുന്നത്. وعن معاذ بن جبل رضي الله عنه قال حين بعث إلى اليمن، بعث إلى اليمن, യമനിലേക്ക് മൂപ്പറ കാദിയായിട്ട് അയക്കുന്നു. യാ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔസിനി, എനിക്ക് തങ്ങൾ വസിയത്ത് പറഞ്ഞു തരണം. ഖാൽ, തങ്ങൾ പറഞ്ഞു അഖ്ലിസ് ദീനക്, നിന്റെ ദീനിനെ എന്താക്കണം? ഇഖ്ലാസ് ആക്കണം. യക്ഫിക്കൽ അമലുൽ ഖലീൽ, ഖലീലായ അമൽ മതിയാകും. അല്ലെ കടുമണി എന്താക്കാം? ഹുൽമലിയാക്കാം, ഇഖ്ലാസ് കെട്ടിക്കൊടുത്താൽ മതി. വഇലാജു റിയാഇ, റിയാഇലുള്ള ചികിത്സ എന്താണെന്നറിയോ? അലാ ദർബൈനി, രണ്ടടി കിട്ടണമെന്നാണ് അല്ലേ? എന്നാ മടി മാറുന്ന മാതിരി. ചൂരൽ പ്രഹ്ലാദിക്ക് ശേഷം ഒരു ടീസ്പൂൺ കുടിച്ച ഉറക്കം മാറുമെന്ന് പറഞ്ഞു. ഒരാൾ എഴുതിയെടുത്ത് പെരിന്തൽമണ്ണങ്ങാടി മുഴുവൻ നടന്ന ചൂരൽ പ്രഹ്ലാദിക്ക് ശേഷത്തിന് അവിടെ നാളെല്ലാം ചിരിക്കുന്നു. ഇതാരഹദീന് ഉസ്താദ് പറഞ്ഞാൽ രണ്ടേരം കേൾക്കണോ? ഒന്ന് റിയാന്റെ വേര് തന്നെ പറിച്ചെറിയുക. അതെങ്ങനെയാ? വദാലിക ബിസാലത്തി അസ്ബാബി, അസ്ബാബ് നീക്കിയാൽ മതി. എന്താ അസ്ബാബ്? വാസലു അസ്ബാബി ഹുബ്ബുദ്ദുന്യ വലദ്ദത്തുൽ ആജില, ദുന്യാവിൻ്റെയോടുള്ള സ്നേഹവും ആജിലായ ഒരു ലദ്ദത്ത് കിട്ടണം. കാരണം ആളെല്ലാം അദ്ദേഹം പറയുമ്പോൾ എനിക്കിങ്ങനെ ഒരു ഉണ്ടാവും, അത് വേണ്ടെന്ന് വെച്ചാൽ തീർന്നു. വസ്താനി, രണ്ടാമത്തേത് ഇത് റിയാ കളയാൻ. റിയായിനാൽ ഒടിക്കുന്ന ആ ഖാത്തിറുണ്ടല്ലോ, ഫിൽ ഹാൽ, അപ്പം തന്നെ നിങ്ങൾ കളഞ്ഞേക്കുക, എന്നാൽ പിന്നെ വേരുണ്ടാവില്ല, പോയി. ഇബാദത്തിന്റെ ഇടയിൽ വെച്ച് കയറുന്നത് തടുക്കുകയും ചെയ്യാം. عن أبي ذر الغفاري رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم يا أبا ذر جدد السفينة فإن البحر عميق وأكثر من الزاد فإن السفر بعيد وأقل من الحمولة فإن الطريق مخوف وأخلص العمل فإن الناقد بصير. യാഫീലുണ്ടല്ലോ, അബൂദർറെ കപ്പൽ പുതുക്കണം എന്ന് പറഞ്ഞു. ഈ പഴയ കപ്പലുകൊണ്ടൊന്നും ഓടിച്ചാലാവില്ല, പുതിയ വണ്ടിയെല്ലാം വിറ്റിട്ട് എന്താക്കണം? പഴയ വണ്ടിയെല്ലാം വിറ്റിട്ട് പുതിയ വണ്ടി വാങ്ങണം. ജദ്ദിദ് സഫീന, അതുകൊണ്ട് ഫൈനൽ ബഹർ ആമേക്കും, കടൽ വളരെ ആഴമേറിയതാണ്, പിന്നെ മുങ്ങിയ കയറാൻ കഴിയില്ല. റോഡ് പടക്കാതെ നല്ല വണ്ടി വാങ്ങണമെന്നാണ് പറഞ്ഞു. അതിൻ്റെ വ്യാഖ്യാനം പറയും. അതുപോലെ സാദ് വർദ്ധിപ്പിച്ചോ, സഫർ വളരെ ബായിതാണ്, പടക്കച്ച് നല്ലോണം പെട്രോൾ അടിച്ചോ, വടക്കൊന്നും പമ്പ് കാണൂലെന്ന്. അപ്പോൾ വയനാട്ടിലേക്കെല്ലാം പോകുമ്പോൾ അതിന് അടിച്ചു വെക്കണമല്ലോ, അല്ലെ പിന്നെ എണ്ണ കിട്ടണ്ടോ എന്നും ഇല്ലേ. പിന്നെ ഹമൂലത്ത് കുറച്ചെന്ന് വെച്ചാലോ, ഭാരം കുറക്കുക. ഫൈന തരീഖ മഖൂഫൻ, കാരണം വഴി വളരെ പേടിക്കപ്പെടേണ്ടതാണ്. വാഖ്ലീസുൽ അമൽ, അമലിന് ഇഖ്ലാസ് ആയിക്കോ, കാരണം ഇത് അമൽ മാറ്റൊരക്കുന്ന നാക്കിതുണ്ടല്ലോ, അയാൾ കുറച്ച് തിരിയുന്ന ആളാണ് കണ്ടാ. വൽമുറാദു മിൻ തജ്ദീദി സഫീന, എവിടെ? ജദ്ദിദി സഫീന തഹഖീഖുൽ ഈമാൻ വ തക്രീറുത് തൗഹീദ്.
ഈമാനെ തഹഖീഖാക്കുകയും തൗഹീദ് നല്ല ആവർത്തിച്ചുറപ്പിക്കുകയും ചെയ്യുക. വമിനൽ ബഹരി ബഹ്റമീക്കുന്നില്ലേ ആ ജഹന്നം. അപ്പം എന്തായി? ഖാല അല്ലാഹു തആല സുമ്മ നുനജ്ജിൽ ലദീന തഖൗ വനദറുൽ ളാലിമീന ഫീഹാ ജിസിയ്യാ. ജഹന്നമിൽ എല്ലാവരെയും പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞു. ചിലവിടെ കാട്ടിയിട്ട് മതിയാക്കലാണ്. അപ്പം മുത്തഖീങ്ങളെ നമ്മൾ അതിൽ രക്ഷപ്പെടുത്തും, കാഫിരീങ്ങൾ അതിലെന്താക്കും? താമസിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ തൗഹീദുള്ള മുത്തഖിയായ ആൾക്ക് രക്ഷപ്പെട്ടില്ലേ? വൽ മുറാദ് ബി സഫർ, സഫർ കൊണ്ട് മുറാദ് സഫറുൽ ആഖിറത്തി വൽ ഖിയാമത്തിലേക്കുള്ള സഫറാണ്. അതാണ് സഫർ. ഏത്? ബഈദാണെന്ന് പറഞ്ഞത്. വസാദുൻ നഈം, നഈമിന്റെ സാദ് എന്താണ്? അത്വാഅത്താണ്. വസാദുൽ ജഹീമി, ജഹീമിന്റെ സാദ് അസ്സയ്യിഅത്താണ്. വൽ മുറാദു ബിൽ ഹമൂലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ദുനൂബ് വൽ ഖതായ, അത് ഭാരിച്ച സാധനമാണ്. വൈന്നമാ കാന തരീഖുൽ ആഖിറത്തി മഖൂഫൻ, തരീഖ് മഖൂഫാണെന്നല്ലേ പേടിക്കപ്പെടുന്നത്. ലിഅന്ന സബാനിയത റളിയല്ലാഹു അലൈഹിസ്സലാത്തു വസ്സലാം യഖുദൂന അസ്ഹാബൽ ഹംലി സഖീൽ മിന തരീഖ്, വമ്പിച്ച ഭാരം ചുമന്ന ആളുകളെ പിടിക്കും എന്ന് പറഞ്ഞാൽ ദോഷികളെ പിടിക്കും ബൈക്ക് വെച്ചിട്ട്. വലൈസ ഹുനാക അഹദൻ യുഈനു അലാ ഹംലി അഹദിൻ, അതാ വയൻസുറുഹു, ഒരാൾ എന്തെങ്കിലും ഒന്ന് വഹിക്കാനോ സഹായിക്കാനോ എന്തില്ല, ആരും അവിടെ ഉണ്ടാവില്ല. അവൻ്റെ അക്രിബായികളിൽപ്പെട്ട ആളായാലും ഇതൊന്നും എടുത്തോന്ന് തന്നെ എടുക്കൂല. ഭാരം ചുമത്തപ്പെട്ട ഒരു വ്യക്തി, ഒരു നഫ്സ് വിളിക്കുന്ന അതിനെ കുറിച്ച് വഹിക്കാൻ വേണ്ടി, അടുത്തേക്ക് എൻ്റെ പാപഭാരം നീ കുറച്ച് വഹിക്കുവോ? ലാ യുഹമ്മൽ മിൻഹു ശൈഉൻ, ഒന്നും ഇട്ടെടുക്കൂല. വലോക്കാന ദാ ഖുർബ, കുടുംബാംഗങ്ങളായാലും ശരിയില്ല. ഇനി നാഖിദ് പറഞ്ഞില്ലേ, വന്നാഖിദ് ബിൽ ബസീർ ഹുവല്ലാഹു തആല. അമല് പരിശോധിക്കുന്നു നമ്മ മിന്നാജലോദീനല്ല, 7 കബല വെച്ച് പരിശോധിക്കുന്നു. വഹുവ തയ്യിബൻ ലാ യഖ്ബലു ഇല്ല തയ്യിബ്, അല്ലാഹു തആല തയ്യിബാണ്, തയ്യിബിനല്ലാണ്ട് സ്വീകരിക്കൂല. അപ്പോൾ ഹദീസിന്റെ മുഫറദാത്തെല്ലാം വ്യാഖ്യാനിച്ചു. قال الله سبحانه وتعالى فمن كان يرجو لقاء ربه فليعمل عملا صالحا خالصا لوجهه عمل الأرتم. وفي الحديث قال الله تعالى أنا أغنى الشركاء عن الشرك, ശുറക്കാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖനിയാണ് ഞാൻ, അതുകൊണ്ട് ശിർക്കുള്ളത് എനിക്ക് വേണ്ട, എനിക്ക് എന്നോട് ചെയ്യാം. ഫമൻ അമിലലി വഅശ്റക ഫീഹി ഗൈരി, എനിക്ക് വേണ്ടി അമല് ചെയ്തു, അത് തന്നെ അതിൽ ഗൈറിനെ ശിർക്കുമാക്കി, എന്നാ എന്താക്കുക? എനിക്ക് വേണ്ട നിന്നെടുത്തോ. ഫഇന്നി ബരീഉം മിൻഹു, ഞാൻ അതിനെ തൊട്ട് ദൂരത്താണ്. അതോടെ തീർന്നു. ഇനി കൊടുക്കേണ്ട സാധനത്തിൻ്റെയാ പറയുന്നു. നിങ്ങൾ അധ്വാനിച്ചതുണ്ടാകും, അതുപോലെ തന്നെ ഭൂമിയിലെ സക്കാത്ത് കൊടുക്കാനുണ്ടാകും. വരും കൃഷിൻ്റെ സക്കാത്തുണ്ടല്ലോ, തയ്യിബാത്ത് കൊടുക്കണം. എടുക്കാത്ത നോട്ടും കീറിയൊന്നും അറിയല്ലോ, അതൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. അല്ല, ഇത് ഹദീസുകളെ ബയാനാണ്. അത് ഖുശൈരി ഇതിലുണ്ട്, യാഫിയിലുണ്ടല്ലോ, ഇതേ ബയാനാണ്. അത് മനസ്സിലാവും. അതായത് ചില ഉപമ പറയുമ്പോൾ മനസ്സിലാകുന്നതാണല്ലോ. അബൂദർഗഫാറിലേക്ക് അങ്ങനെ തിരിഞ്ഞ ആൾ തന്നെയാണ്. ചിലത് എന്താക്കും തങ്ങൾ തന്നെ വ്യാഖ്യാനിക്കും. ഇന്നടക്കിട്ടല്ലേ?